إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. അള്ളാഹുവിൻ്റെ ഫള് കൊണ്ട് മഹത്തായ ഈ ഇൽമിൻ്റെ സദസ്സിൽ നമ്മൾ ഒരുമിച്ചുകൂടി കേൾക്കാനും പറയാനും ആഗ്രഹിക്കുന്ന വിഷയം ഫളുത്തിബാഇ സുന്ന, സുന്നത്തിനെ പിന്തുടരുന്നതിൻ്റെ ശ്രേഷ്ഠത. അതാണ് പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്ന വിഷയം, കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ കയ്യിൽ സൗദി അറേബ്യയിലുള്ള മക്കയിലെ മുഫ്തിയായ അഷെയ്ഖ് അൽ ഫാദിൽ മുഹമ്മദ് ബിൻ ഉമർ ഇബ്നു സാലിം ബാസമൂൽ എന്ന് പറയുന്ന പ്രസിദ്ധനായ സലഫി ലോകത്ത് പ്രസിദ്ധനായ പണ്ഡിതനാണ്. മക്ക ഏരിയയിലുള്ള മലിക് സൽമാൻ ഹഫിളഹുള്ള അദ്ദേഹത്തിൻ്റെ കൽപ്പനപ്രകാരമുള്ള മുഫ്തിയാണ്. അദ്ദേഹം മക്കയിലുള്ള ദാറുൽ ഹദീസുള്ള പ്രമുഖനായ അധ്യാപകനാണ്. മക്കയിലെ അസീസിയ എന്ന് പറയുന്ന ആ പ്രദേശത്ത് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേരിലറിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ ചെലവിൽ നിർമ്മിക്കപ്പെട്ട മഹത്തായ പള്ളിയിലുള്ള ഖത്തീബാണ്, മുദരിസാണ് ഇദ്ദേഹം. ജിദ്ദയിൽ നമ്മളുള്ള സമയത്ത് നമ്മുടെയൊക്കെ ഉസ്താദായി ഉണ്ടായിരുന്ന ആദരണീയനായ പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ ചെറിയ റിസാലയിൽ ഫളുത്തിബാഇ സുന്ന, സുന്നത്തിനെ പിന്തുടരുന്നതിൻ്റെ ശ്രേഷ്ഠത എന്നാണ് ഈ വിഷയം. സുന്നത്തി എന്ന് പറഞ്ഞാൽ വഴി, മാർഗം, ചര്യ, രീതി എന്നുള്ള അർത്ഥത്തിലൊക്കെ ഭാഷാർത്ഥത്തിൽ അതിനെ പറയും. ദീനിൻ്റെ വീക്ഷണത്തിൽ അസുന്ന എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി ആലിഹി വസല്ലമയിൽ നിന്ന് വന്ന കാര്യങ്ങൾ. ഞാൻ ഈ റിസാല പൂർണ്ണമായിട്ടൊന്നും വായിക്കാനും നമുക്ക് പറയാനും കഴിയൂല. അതിൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ ചുരുങ്ങിയ നിലക്ക് ഈ സമയത്തിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറയും. അത്യാവശ്യമുള്ള ഏതെങ്കിലും സമയത്ത് ചുരുങ്ങിയ നിലയ്ക്ക് എന്തെങ്കിലും ഒരു വിശദീകരണം എൻ്റെ ഭാഗത്തിൽ നിന്നുണ്ടാകും. അല്ലാത്തത് അദ്ദേഹം പറഞ്ഞ ഭാഗങ്ങൾ വായിച്ച് ചെറിയ നിലക്കൊരു വിവർത്തനം ചെയ്തു പോകുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ശറഇന്റെ വീക്ഷണത്തിൽ സുന്നത്തി എന്ന് പറഞ്ഞാൽ ഇത്തിബാഉ മാ ജാഅ അനിർ റസൂലി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂലിൽ നിന്ന് വന്ന കാര്യങ്ങളെ പിന്തുടരുക. റസൂലിൽ നിന്ന് വന്ന കാര്യങ്ങൾ കൽപ്പനകളായിട്ടുണ്ട്, അതേപോലെ തന്നെ വിരോധങ്ങളായിട്ട് വന്ന കാര്യങ്ങളുണ്ട്. അതിനാണ് അസുന്ന എന്ന ദീനിൻ്റെ വീക്ഷണത്തിൽ ശറഇൽ ഇസ്ലാമിൽ അസുന്ന എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് നമുക്ക് നിർബന്ധമായ കൽപ്പനകൾ വന്നിട്ടുണ്ട്, ഐച്ഛികമായ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നിഷിദ്ധമായ ഹറാമായ കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി അവിടുന്ന് കൽപ്പിച്ചിട്ടുണ്ട്. കറാഹത്തായ കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ സുന്നത്തി എന്ന് പറഞ്ഞാൽ എടുത്താൽ കൂലിയുള്ളത്, ഒഴിച്ചാൽ കുറ്റമില്ലാത്തത്. അത് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കർമ്മശാസ്ത്രപരമായ പണ്ഡിതന്മാരുടെ സാങ്കേതികമായ രൂപത്തിൽ നിർബന്ധം എടുത്താൽ കൂലിയുള്ളത്, ഒഴിച്ചാൽ കുറ്റമുള്ളത്. സുന്നത്തി എന്ന് പറഞ്ഞാൽ എടുത്താൽ കൂലിയുള്ളത്, ഒഴിച്ചാൽ കുറ്റം ഇല്ലാത്തത്. ഹറാം എന്ന് പറഞ്ഞാൽ ഒഴിവാക്കിയാൽ കൂലി ഉള്ളത്, എടുത്താൽ കുറ്റമുള്ളത്. കറാഹത്ത് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കിയാൽ കൂലിയുള്ളത്, എടുത്താൽ കുറ്റമില്ലാത്തത്. അതവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ സുന്നത്ത് എന്ന ദീനിൻ്റെ വീക്ഷണത്തിൽ ഇസ്ലാമിൽ സുന്നത്തി എന്ന അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് നമുക്ക് വന്ന മാർഗനിർദ്ദേശങ്ങൾ. ശറഉ ദീനുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ ഓരോ മേഖലകളും, വിശ്വാസപരമായ കാര്യങ്ങൾ, ആരാധനകൾ, ആദാബുകൾ, മര്യാദകൾ, സ്വഭാവങ്ങൾ, ഇടപാടുകൾ, ഏതൊക്കെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൽ നമുക്ക് നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ വന്നിട്ടുണ്ടോ അതിൽ നിർബന്ധമായതുണ്ടാകും, ഐച്ഛികമായതുണ്ടാകും, ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചതുണ്ടാകും, ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതുണ്ടാകും. അതിനാണ് സുന്നത്ത് എന്ന്
ദീനുൽ ഇസ്ലാമിൽ പറയൽ. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോഴേ നമുക്ക് അള്ളാഹുവിൻ്റെ റസൂലിന് വന്നത് എന്നുള്ള ആ വീക്ഷണത്തിൽ കൂടെ അർത്ഥത്തിൽ കൂടെ മനസ്സിലാക്കുമ്പോഴേ അതിൻ്റെ ആദരവ്, അതിനെക്കുറിച്ചുള്ള ബഹുമാനം, അതിൻ്റെ വില നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഹദീസിന്റെ പണ്ഡിതന്മാർ സുന്നത്ത് എന്ന് പറഞ്ഞതിനെക്കുറിച്ച് പറയുന്നത് മാ ഉളീഫ ലിർ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിലേക്ക് ചേർക്കപ്പെട്ട കാര്യങ്ങൾ, മിൻ ഖൗലിൻ ഔ ഫിഅലിൻ ഔ തഖരീരിൻ ഔ സിഫത്തിൻ ഖിൽഖിയ്യത്തിൻ ഔ ഖുൽഖിയ്യ, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് മുഴുവനും അള്ളാഹുവിന്റെ റസൂൽ പ്രവർത്തിച്ചത് മുഴുവനും പ്രവാചകന്റെ മുന്നിൽ വെച്ചോ അതല്ലെങ്കിൽ പ്രവാചകന്റെ അറിവോടുകൂടെയോ മറ്റ് ആരെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്ത കാര്യം റസൂൽ അതിനെ എതിർത്തില്ല, അതിനെ അംഗീകരിച്ചു. ഇഖ്റാർ, അതിനെ മൗനമായിട്ട് അംഗീകരിച്ചു. അങ്ങനത്തെ കാര്യങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വെച്ച ഒരാൾ ഒരു കാര്യം ചെയ്തു, അതല്ലെങ്കിൽ റസൂലിന്റെ അറിവോടുകൂടെ ഒരാൾ കാര്യം ചെയ്തു, അതല്ലെങ്കിൽ പറഞ്ഞു, അതിനാണ് തഖ്രീർ എന്ന് പറയും. അവിടുത്തെ അംഗീകാരം അതിനുണ്ട്, അത് സുന്നത്താണ്. അതേപോലെ ഖിൽഖിയായതും ഖുൽഖിയായും അള്ളാഹുവിന്റെ റസൂലിന് വന്ന വിശേഷണങ്ങൾ. ഖിൽഖിയാദി എന്ന് പറഞ്ഞാൽ അവിടുത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശാരീരികമായ ഘടനകളും രൂപങ്ങളും കാര്യങ്ങളുമായിട്ട് അത് നമ്മൾ പിന്തുടരണം എന്നുള്ളതല്ല. പക്ഷേ പ്രവാചകൻ വെളുത്ത ആളായിരുന്നു, ഒരു മധ്യ രൂപത്തിലുള്ള ആളായിരുന്നു, ഏറ്റവും നീളമുള്ള ആളോ ഏറ്റവും കുറിയ ആളോ അല്ലായിരുന്നു. പ്രവാചകന്റെ നടത്തം പ്രത്യേകമായ രൂപത്തിലായിരുന്നു. ഇതൊക്കെ അവിടുത്തെ ഖിൽഖിയായ പടപ്പത്തരത്തിൽ അള്ളാഹു കൊടുത്ത, സൃഷ്ടിപ്പിൽ കൊടുത്ത വിശേഷണങ്ങൾ സുന്നത്തി എന്ന പേരിലാണ് അറിയപ്പെടുക. ഖുൽഖിയാദി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഭാവങ്ങൾ, ഏറ്റവും ഉത്തമമായ സ്വഭാവങ്ങൾ, അത് മുഴുവനും സുന്നത്തി എന്നുള്ള കൂട്ടത്തിലാണ് ഹദീസിന്റെ പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത നടത്തത്തിന്റെ രൂപം അതേ രൂപത്തിലായിരുന്നു അവിടുത്തെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ നടന്നിരുന്നത് എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. പ്രത്യേകമായ ഒരു വേഗതയും പ്രത്യേകമായ ഒരു രൂപവും അതിനുണ്ടായിരുന്ന നടത്തത്തിന് പോലും എന്നുള്ളതാണ്. അപ്പൊ അതിനൊക്കെ സുന്നത്തി എന്നാണ് ഹദീസിന്റെ പണ്ഡിതന്മാർ പറയാം. പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞ ദിക്റുകളും ദുആകളും അള്ളാഹുവിന്റെ റസൂലിന് വന്ന ധാരാളം കാര്യങ്ങളുണ്ട്. അത് അവിടുത്തെ ഖൗലിയായ സുന്നത്തുകളാണ്. ഫിഅലിയായ പ്രവർത്തനത്തിലുള്ള സുന്നത്തുകൾ എന്ന് പറഞ്ഞാൽ റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചത് ഇപ്രകാരമായിരുന്നു, സുജൂദ് ചെയ്തിരുന്നു, റുകൂഅ് ചെയ്തിരുന്നു, ഹജ്ജ് നിർവഹിച്ച സമയത്ത് ഇന്ന കാര്യങ്ങൾ ചെയ്തിരുന്നു. അതൊക്കെ പ്രവർത്തനത്തിൽ കൂടെ വന്നതാണ്. തഖ്രീരിയായ അവിടുത്തെ മൗന അനുവാദത്തോടുകൂടെ ഉണ്ടായ കാര്യങ്ങൾ ധാരാളമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ, സഹാബികൾ, അവർ പല ജാതി കച്ചവടങ്ങളിൽ ഇടപെട്ടിരുന്നു. ഹറാമായതല്ലാത്ത അനുവദനീയമായ കച്ചവടങ്ങൾ മുഴുവൻ ഇന്നത് ഹലാല, ഇന്നത് ഹലാല, ഇന്നത് ഹലാല എന്നൊന്നും വന്നിട്ടില്ല. പ്രവാചകന്റെ അറിവോടുകൂടെ അവർ ചെയ്ത ഈ ബിസിനസ്സുകളൊക്കെ അത് ഹലാലാണ് എന്ന് നമുക്ക് മനസ്സിലായി അവിടുത്തെ മൗന അനുവാദത്തിൽ കൂടെ. തെറ്റാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തിരുത്തുമായിരുന്നു. പ്രവാചകൻ അറിയാതെ ആരെങ്കിലും ഒരാൾ ആ കാലഘട്ടത്തിൽ അനുചരന്മാർ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അള്ളാഹു വഹ്യി മുഖേന അത് റസൂലിന് വിവരം കൊടുക്കുമായിരുന്നു. ഇത് രണ്ടും ഇല്ലാത്ത നിലക്ക് അവരിൽ നിന്ന് ഈ പ്രവർത്തനങ്ങൾ വന്നു. അവരുടെ കൃഷികൾ, അവരുടെ മറ്റുള്ള ഇടപാടുകൾ, യാത്രകൾ, ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ അവിടുത്തെ അനുചരന്മാർ ചെയ്ത കാര്യങ്ങൾ പ്രവാചകൻ എതിർക്കാത്ത കാലത്തോളം അതിന് മൗന അനുവാദത്തോടു കൂടെയുള്ള സുന്നത്തുകളുടെ കൂട്ടത്തിലായിട്ട് പണ്ഡിതന്മാർ അതിനെ വിശേഷിപ്പിച്ചത് കാണാൻ കഴിയും. പിന്നെ അവിടുത്തെ സ്വഭാവങ്ങൾ, അള്ളാഹുവിന്റെ റസൂൽ എപ്പോഴും പുഞ്ചിരിക്കുന്ന ആളായിരുന്നു. തെറ്റായ കാര്യങ്ങൾ കാണുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യപ്പെടലുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്ന സമയത്ത് കണ്ണ് ചുവക്കലുണ്ടായിരുന്നു, ശബ്ദം ഉയരലുണ്ടായിരുന്നു. ഇതൊക്കെ അവിടുത്തെ സ്വഭാവപരമായ സുന്നത്തുകളുടെ കൂട്ടത്തിലാണ്. പടപ്പത്തരത്തിലുള്ള ആ സുന്നത്ത് ഞാൻ പറയുകയും ചെയ്തു. ഈ പറയുന്ന പ്രവാചകനിൽ വന്ന ഈ കാര്യങ്ങൾ ഒരാൾ പിന്തുടരുക, ആ പിന്തുടരുന്നതിൻ്റെ ശ്രേഷ്ഠതകൾ അത് നമ്മൾ അറിയേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. അതിൽപ്പെട്ട ഏറ്റവും ഒന്നാമത്തെ ഒരു ഫലം, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ഒരാൾ പിൻപറ്റിയാൽ, അത് പിന്തുടരാൻ ഒരാൾ തയ്യാറായാൽ ആ വ്യക്തിക്ക് അതുകൊണ്ട് കിട്ടുന്ന നേട്ടങ്ങൾ, ശ്രേഷ്ഠതകൾ, അതിൽപ്പെട്ട ഒന്നാമതായിക്കൊണ്ട് ശൈഖ് റഹിമഹുല്ല ഇതിൽ പറയുന്നത് അന്നത് ഫി ഇത്തിബാഇ സുന്നത്തി അഖ്ദൻ ബിൽ ഇസ്മത്തി മിനൽ വുഖൂഇ ഫിൽ ഇഖ്തിലാഫിൽ മദ്മൂമി വൽ ബുഅദി അനിദ്ദീൻ വൽ മുബ്ഇദി അനിദ്ദീൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ഒരാൾ പിൻപറ്റാൻ തയ്യാറായാൽ ചീത്ത അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്ന് ആ മനുഷ്യന് സുരക്ഷിതത്വമുണ്ടാകും. അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്ത്, ഇന്ന് ലോകത്തുള്ള ആളുകൾ പല ജാതി അഭിപ്രായ വ്യത്യാസങ്ങളിലാണ്. റസൂലിന്റെയും സഹാബത്തിന്റെയും കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായ പല ജാതി അഭിപ്രായ വ്യത്യാസങ്ങളിലാണ് ആളുകൾ ജീവിക്കുന്നത്.
അതിൽ നിന്ന് ഒരു മനുഷ്യന് സുരക്ഷ വേണം, അവൻ അതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് പിൻപറ്റാൻ അവൻ തയ്യാറാവണം. തെളിവ് ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട പ്രസിദ്ധമായ ഹദീസ്. ആ ഹദീസിലും അതുപോലത്തെ മറ്റുള്ള ഹദീസുകളിലുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഒരു ദിവസം ഫജ്ർ നിസ്കാരത്തിന്റെ ശേഷം ഞങ്ങൾക്കൊരു ഉപദേശം നൽകി. അല്പം ദീർഘമായ ഹദീസാണ്. ആ ഹദീസ് പറഞ്ഞ് ഏകദേശം അതിന്റെ അവസാനത്തിൽ പറഞ്ഞു ഫഇന്നഹു മൻ യഇശ് മിൻകും ഫസയറ ഇഖ്തിലാഫൻ കസീറ. മറ്റു റിവായത്തുകൾ ബഅദി, എന്റെ ശേഷം നിങ്ങളിൽപ്പെട്ട ആരെങ്കിലും ജീവിച്ചിരിക്കുമ്പോൾ ഖിയാമത്ത് നാൾ വരെ വരുന്ന ആളുകൾക്കുള്ള ഉപദേശമാണ്. പ്രവാചകന്റെ കാലത്തിന്റെ ശേഷം ജീവിച്ചിരിക്കുന്ന ആളുകൾ ഫസയറ ഇഖ്തിലാഫൻ കസീറ, പല ജാതി ചിന്താഗതികൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, ഭിന്നതകൾ കാണാൻ കഴിയും. അങ്ങനെ വന്നാൽ എന്തു ചെയ്യും? എന്താണ് അതിന് പരിഹാരം? അതിന് പരിഹാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫഅലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ. എന്റെ സുന്നത്ത് നിങ്ങൾ മുറുകെ പിടിക്കുക. പ്രവാചകന്റെ സുന്നത്ത് മുറുകെ പിടിക്കാൻ തയ്യാറായാൽ ഈ പറയുന്ന അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷയാണ്, സുരക്ഷയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അങ്ങനെയാണ്. നമ്മൾ അങ്ങനെ വിശ്വസിക്കണം, അത് അവലംബിക്കാൻ തയ്യാറാകും. ഒരു ഉദാഹരണത്തിൽ കൂടെ, ഒരാൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് ആയത്തുൽ കുർസി അവൻ പാരായണം ചെയ്താൽ അവന് ആ രാത്രി മുഴുവൻ പിശാചിന്റെ ഷർറിൽ നിന്ന് അവന് സുരക്ഷയുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഈ സദസ്സിലിരിക്കുന്ന ബഹുഭൂരിഭാഗം ആളുകളെ, ഒരുപക്ഷെ എല്ലാവരും കുട്ടികളടക്കം പഠിച്ച് ഈ കാര്യം ചെയ്യുന്നവരുമായിരിക്കും. നമുക്കതിൽ വിശ്വാസമാണ്. നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ പിശാചിന്റെ ഷർറിൽ നിന്ന് എനിക്ക് രക്ഷയുണ്ടാകും, സുരക്ഷയുണ്ടാകുമെന്ന് മനസ്സിലാക്കി ചെയ്യുന്നവർ. അതേപോലത്തെ അമലാണ് ഈ പറഞ്ഞ ഹദീസിൽ കൂടെ പറഞ്ഞത്. എന്റെ ശേഷം നിങ്ങളിൽപ്പെട്ട ആളുകൾ ആരെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പല ജാതി അഭിപ്രായ വ്യത്യാസങ്ങളും കാണാൻ കഴിയും. ആ അഭിപ്രായ വ്യത്യാസങ്ങളിൽ സുരക്ഷിതനായിട്ട് ഒരാൾക്ക് രക്ഷപ്പെടണമെന്നുണ്ട് ഫഅലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ. എന്റെയും ഖുലഫാഉർ റാഷിദുകളായ സഹാബത്തിന്റെ മാർഗവും പിന്തുടരണം, റസൂലിന്റെ സുന്നത്ത്. ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുലഫാഉർ റാഷിദുകൾ നമുക്ക് മാർഗനിർദ്ദേശമായി നൽകിയ കാര്യങ്ങളും അതും സുന്നത്താണ്. എന്താ തെളിവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പിന്തുടരാൻ വേണ്ടി നമ്മോട് കൽപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് തെളിവ്. അവിടുത്തെ ഖുലഫാഉർ റാഷിദുകൾ ഏതൊക്കെ മാർഗനിർദ്ദേശങ്ങളും കാര്യങ്ങളും നമുക്ക് കൊണ്ടുവന്നു. ഒന്നിരിക്കൽ അല്ലാഹുവിന്റെ റസൂല് അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത കൃത്യമായ കാര്യങ്ങൾ, അതല്ലെങ്കിൽ അതിൽ നിന്ന് അവർ പഠിച്ച് മനസ്സിലാക്കി ഇജ്തിഹാദ് ചെയ്തെടുത്ത വിഷയങ്ങളാണെങ്കിൽ അതിനോട് പിന്തുടരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്നു അത് നമ്മൾ സ്വീകരിക്കുക എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിൻപറ്റലാണ്. അവിടുത്തെ അധ്യാപനങ്ങൾ നമ്മൾ സ്വീകരിക്കലാണ്. ഖുലഫാഉർ റാഷിദുകളുടെ ഇതാണ് ഒന്നാമത്തെ ഫായിദ, ഫലമായി കൊണ്ട് ശൈഖ് റഹ്മഹുല്ലാ പറയുന്നത്. ഈ ഹദീസിന് മറ്റു ചില റിവായത്തുകളും മറ്റു ചില വാക്കുകളും ഉണ്ട് താനും. ഫസയറ ഇഖ്തിലാഫൻ കസീറ, മറ്റു റിവായത്തിലുള്ളത് ഖദ് തറക്തുകും അലൽ ബൈളാഇ ലൈലുഹാ കനഹാരിഹാ, വളരെ വെളുത്ത് പ്രകാശിക്കുന്ന ഒരു മാർഗത്തിലാണ് ഞാൻ നിങ്ങളെ ഒഴിവാക്കി പോകുന്നത്, അതിന്റെ രാത്രി പോലും പകല് പോലെ ആളുകൾക്ക് വ്യക്തമായതാണ്, യാതൊരു ആശയക്കുഴപ്പും യാതൊരു പ്രയാസങ്ങളുമില്ലാത്ത നിലയ്ക്ക്. അതുകൊണ്ട് എന്റെ ശേഷം വല്ല അഭിപ്രായ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ നിങ്ങൾ കണ്ടാൽ ഫഅലൈക്കും മാ അറഫ്തും മിൻ സുന്നത്തി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ, എന്റെയും ഖുലഫാഉർ റാഷിദുകളുടെ സുന്നത്തിൽ നിങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി പഠിച്ച കാര്യങ്ങൾ മുറുകെ പിടിക്കണം. അള്ളാഹുവിന്റെ റസൂൽ ഏത് കാര്യങ്ങളിലും നമുക്ക് മാർഗനിർദ്ദേശങ്ങൾ, വിശ്വാസപരമായ കാര്യങ്ങളിലോ ഇബാദത്തുകളിലോ സ്വഭാവങ്ങളിലോ ആദാബുകൾ, ഏത് വിഷയങ്ങളിലും അവിടെ നിന്നുള്ള അധ്യാപനങ്ങൾ നൽകിയിട്ടുണ്ടോ അത് മുറുകെ പിടിക്കണം. മറ്റു ചില റിവായത്തുകൾ കടിച്ചു പിടിക്കണമെന്നൊക്കെ പറഞ്ഞത് പലപ്പോഴും നമ്മൾ പല സദസ്സിൽ വെച്ചും സലഫിയുടെ സദസ്സിൽ കേൾക്കുന്നതാണ് ഈ ഹദീസ്. ഈ ഹദീസിൽ ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഹദീസിൽ ശൈഖ് ഹഫിളഹുല്ലാ പറയാണ്, അഖ്ബറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരം നൽകി, അന്നഹു സയകൂനു ഇഖ്തിലാഫുൻ കസീറുൻ ബൈനൽ മുസ്ലിമീൻ അമ്മാ കാന അലൈഹിൽ ഹാലു ഫീ സമനിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്റെ കാലത്ത് ഉണ്ടായതിലേറെ മുസ്ലിമീങ്ങളുടെ പല ജാതി അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും. അപ്പോ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ മൻ നജാത്തു മൽ ഫകാക്കു, എങ്ങനെയാണ് അതിന് രക്ഷപ്പെടുക, എങ്ങനെ സുരക്ഷിതനാകുക? അതിനുള്ള മാർഗം ഫഅലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീന മിൻ ബഅദി, ആ മാർഗം മുറുകെ പിടിക്കുക. പ്രവാചകന്റെ സുന്നത്ത് എന്താണോ എന്ന് അന്വേഷിക്കുക, അത് പഠിക്കുക, അത് ജീവിതത്തിൽ പകർത്തുക. ഇതാണ് അബൂ ഹാത്തിം റഹ്മത്തുള്ളാഹി അലൈഹി ഇബ്നു ഹിബ്ബാൻ റഹിമഹുല്ലാ ഹദീസിന്റെ മഹാനായ പണ്ഡിതൻ പറഞ്ഞു, ഫീ ഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅലൈക്കും ബിസുന്നത്തി, ആ പറഞ്ഞ വാക്കിലുണ്ട് ഇന്ദ സിക്രിഹി അൽ ഇഖ്തിലാഫ് അല്ലദീ യകൂനു ഫീ ഉമ്മത്തിഹി, പ്രവാചകന്റെ ഉമ്മത്തിൽ
അവസാന കാലഘട്ടത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളും വരുമ്പോൾ ബയാനുൻ വാളിഹുൻ, വ്യക്തമായ വിവരണം. അന്നമൻ വാളബ അല സുനൻ, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് അത് മുറുകെ പിടിച്ച് അതിന്റെ പേരിൽ ജീവിച്ചു പോകുന്ന വ്യക്തി ഖാല ബിഹാ, ആ സുന്നത്തനുസരിച്ച് പറയാനും പ്രവർത്തിക്കാനും കഴിയും. അവന് ഈ പറയുന്ന അഭിപ്രായ വ്യത്യാസങ്ങളിലേക്ക് പോകാതെ കൃത്യമായ ആ സുന്നത്ത് മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. അതല്ലാതെ ഖിയാമത്ത് നാളിൽ നശിക്കുന്ന മറ്റുള്ള കക്ഷികളുടെ അഭിപ്രായങ്ങളോ വേറുള്ളതോ അവന് പരിഗണിക്കേണ്ട ആവശ്യം വരികയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ ഹദീസ് വിശദീകരിച്ചത് കാണാൻ കഴിയും. രണ്ടാമത്തെ ഫായിദ, പ്രവാചകന്റെ സുന്നത്തൊരാൾ മുറുകെ പിടിച്ചാൽ അന്ന ഫിത്തിബാഇ സുന്നത്തി വലുസൂമിഹാ അന്നജാത്തു മിനൽ ഫുർഖത്തില്ലതി തവഅദ അഹ്ലുഹാ ബിന്നാർ. അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തൊരാൾ മുറുകെ പിടിച്ചാൽ കക്ഷിത്വങ്ങളിൽ നിന്ന്, അനൈക്യത്തിൽ നിന്ന്, ഗ്രൂപ്പീസങ്ങളിൽ നിന്ന് ആളുകൾക്ക് രക്ഷപ്പെടാൻ കഴിയും. പല കക്ഷികൾ, പല ഗ്രൂപ്പുകൾ, പല പാർട്ടികളായി ആളുകൾ ഛിദ്രതയിലാവുകയും ആ പറയുന്നവർ മുഴുവനും നരകത്തിലാണ്, ഒന്ന് മാത്രം ഒഴിച്ച് സുരക്ഷിതരി എന്ന് പറഞ്ഞ ഹദീസിൽ പറഞ്ഞ ഈ കക്ഷിത്വങ്ങളിൽ നിന്ന് ആളുകൾക്ക് രക്ഷപ്പെടാൻ കഴിയും. ആദ്യം പറഞ്ഞതും ഈ പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ആദ്യം പറയുന്നത് അഭിപ്രായങ്ങളിലുള്ള വ്യത്യാസങ്ങൾ മാത്രം, കക്ഷികളും ഗ്രൂപ്പുകളുമായി ആളുകൾ പോയിട്ടുണ്ടാകൂല. ഒരാൾക്കൊരു അഭിപ്രായം, മറ്റൊരാൾക്ക് വേറൊരു അഭിപ്രായം. ഈ പറയുന്ന രണ്ടാമത്തത് അതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്ന് അത് കഠിനമായി അത് കൂടി പിന്നെ ഒരു പാർട്ടി വേറെ മറ്റൊരു പാർട്ടി വേറെ ശത്രുതയും വിദ്വേഷങ്ങളും ഏറ്റവും വലിയ അകൽച്ചയിലേക്കും പോകുന്ന ആ തഫറുഖ് എന്ന് പറയുന്ന അതിന്റെ പാരമ്യതയിലേക്ക്, അതിന്റെ ഗൗരവമായ അവസ്ഥയിലേക്ക് എത്തുന്ന അവസ്ഥ, അതാണ് രണ്ടാമത് പറഞ്ഞത്. ഈ പറയുന്നതിനെ തെളിവായിക്കൊണ്ട് ഫുർഖത്തിൽ നിന്ന്, ഈ ഛിദ്രതയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും എന്ന് പറഞ്ഞതിന് തെളിവായിക്കൊണ്ട് ഇമാം തുർമദിയും മറ്റുള്ള ഹദീസിന്റെ പണ്ഡിതന്മാരൊക്കെ റിപ്പോർട്ട് ചെയ്ത അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിയൊക്കെ സഹീഹാണ്, സ്വീകരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ പ്രസിദ്ധമായ ഹദീസാണ്. അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് ഇമാം തുർമദി റഹ്മഹുല്ലാഹ് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലയഅതിയന്ന അലാ ഉമ്മത്തി മാ അതാ അലാ ബനി ഇസ്രായീൽ ഹദ്വൻ നഅലി ബിന്നഅൽ. എൻ്റെ ഉമ്മത്തിന് കഴിഞ്ഞു പോയ സമുദായങ്ങളായ ബനു ഇസ്രായേലിന് വന്നതുപോലത്തെ വിപത്ത് വരിക തന്നെ ചെയ്യും എൻ്റെ ഉമ്മത്തിന്. ഒരു ചെരുപ്പ് മറ്റേ ചെരുപ്പിനോട് എത്രത്തോളം സാമ്യമായിരിക്കും അതിൻ്റെ വലുപ്പത്തിലും അതിൻ്റെ രീതിയിലും അതിൻ്റെ രൂപത്തിലും, അതുപോലെ ബനു ഇസ്രായേലിന് എങ്ങനെ വന്നു അതേപോലെ എൻ്റെ ഉമ്മത്തിനും വിപത്തുകൾ വരും. ആ ബനു ഇസ്രായേലിന് വന്ന വിപത്ത് തഫറഖത്ത് അല 72 മില്ലത്തിൻ, ബനു ഇസ്രായേലിൽപ്പെട്ട ജൂതന്മാരായ ആളുകൾ 71, നസാറാക്കളായ ആളുകൾ 72. ആ പറയുന്നത് പോലത്തെ ഒരവസ്ഥ എൻ്റെ ഉമ്മത്തിനും വരും. അതുകൊണ്ട് തന്നെ വതഫ്തരിഖു ഉമ്മത്തി അലാ 73 മില്ല, 73 വിഭാഗങ്ങളായിട്ട് എൻ്റെ ഉമ്മത്ത് ഛിദ്രതയിലേക്ക് പോകും. അവര് വിഭിന്നമായി വിട്ടുപിരിഞ്ഞു പോകും. കുല്ലുഹും ഫിന്നാരി ഇല്ലാ വാഹിദ, എല്ലാവരും നരകത്തിലാണ്. അപ്പൊ ഈ പറയുന്ന കക്ഷിത്വം, ഈ പറയുന്ന ഛിദ്രത, അതിനെ നരകം കൊണ്ടുള്ള താക്കീതുണ്ട്. ഇല്ലാ മില്ലത്തൻ വാഹിദ, ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒരു സംഘമൊഴിച്ച്. ഖാലൂ മൻ ഹിയ യാ റസൂലല്ലാഹ് ഖാല മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എൻ്റെ അനുചരന്മാരും ഏതൊരു മാർഗത്തിലാണോ ഏതൊരു സുന്നത്തിലാണോ, അലൈക്കും ബി സുന്നത്തി വ സുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ, ആദ്യം പറഞ്ഞ ഹദീസിന്റെ വിശദീകരണം എന്നുള്ള നിലക്ക് ഞാനും എൻ്റെ സഹാബത്തും ഏതൊരു മാർഗത്തിലാണ്, ഏതൊരു സുന്നത്തിലാണ്, ഏതൊരു മില്ലത്തിലാണ്, ഏതൊരു മൻഹജിലാണ്, അത് മുറുകെ പിടിച്ച ആളുകൾ. ഈ ഹദീസിൽ കൂടെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ഈ പറയുന്ന കക്ഷിത്വത്തിലേക്ക് പോകാതെ, ഛിദ്രതയിലേക്ക് പോകാതെ, നരകത്തിന്റെ ആ താക്കീത്, അത് ആ പറയുന്ന ആ ഭീഷണി നേരിടുന്ന ആളുകളാവാതെ സുരക്ഷിതരായി പോകണമെന്നുണ്ടെങ്കിൽ, ഈ ലോകത്തിൽ സുരക്ഷിതരായി പോയി വഴികേടുകളിൽ നിന്ന്, പരലോകത്ത് നരകത്തിൽ നിന്ന് സുരക്ഷിതരായി രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഞാനും എൻ്റെ സഹാബത്തും സ്വീകരിച്ച ആ സുന്നത്ത് അത് മുറുകെ പിടിക്കണം. അപ്പോൾ അവിടുത്തെ പ്രവാചകന്റെ സുന്നത്ത് മുറുകെ പിടിച്ചാൽ ഈ പറയുന്ന ഛിദ്രതയിൽ നിന്ന്, പല ജാതി കക്ഷികളും പല ജാതി പാർട്ടികളുമായി പോകുന്നതിൽ നിന്ന് ആളുകൾക്ക് രക്ഷപ്പെടാൻ കഴിയും. ഈ ഹദീസിന്റെ മറ്റ് ചില രൂപങ്ങൾ, ചില റിവായത്തുകളൊക്കെ വേറുണ്ട് പല ലഫ്ളുകളിൽ കൂടെ. ഫഫീ ഹാദൽ ഹദീസി, ഈ പറയുന്ന മഹത്തായ ഹദീസിലുണ്ട് ബയാനു അന്ന ഫീ ലുസൂമി സുന്നത്തിഹി അസ്സലാമത്തു മിനൽ ഫിർഖത്തിൽ മദ്മൂമ അല്ലത്തി തുഉഇദ അഹ്ലുഹാ ബിന്നാർ. ഈ പ്രവാചകന്റെ സുന്നത്ത് മുറുകെ പിടിക്കുന്ന പക്ഷം ചീത്ത കുറ്റകരമായ കക്ഷിത്വങ്ങളിൽ നിന്ന്, ഛിദ്രതയിൽ നിന്ന് രക്ഷപ്പെടും എന്ന് പറയുന്ന വിവരണം അള്ളാഹുവിന്റെ റസൂലിൽ നിന്നുണ്ട്. ആ പറയുന്ന കക്ഷിത്വങ്ങളും ഛിദ്രതയും നരകം കൊണ്ട് അവരെ താക്കീത് നൽകപ്പെട്ടവരാണ് താനും. ഹുനാക ഫി
അസ്സമറത്തിൽ ഊല, ഷെയ്ഖ് റഹ്മഹുള്ള ആദ്യം പറഞ്ഞ സ്ഥലത്ത് ഇഖ്തിലാഫ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതുപോലെ അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്ന് സുരക്ഷിതരാകും സുന്നത്ത് മുറുകെ പിടിച്ചാൽ. അതേപോലെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടി പിന്നെ പല പാർട്ടികളും പല കക്ഷികളും ശത്രുതയിലേക്ക് പോയി അപകടകരമായ ആ രൂപത്തിലേക്ക് പോകുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും അവിടുത്തെ സുന്നത്ത് മുറുകെ പിടിച്ചാൽ. നഖൂലു ബല ഫീഹി തഅളീമുൽ ഇത്തിബാഇ സുന്ന. ഷെയ്ഖ് ഹഫിളഹുള്ള പറയാണ്, ഈ പറയുന്ന ഹദീസിലുണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ പിൻപറ്റുന്നതിന്റെ അതിന്റെ ആദരവ്, അതിന്റെ ബഹുമാനം. വഹസ്സുൽ ലിൽ മുസ്ലിമീൻ അൻ യത്തബിഉ സുന്ന, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ പിൻപറ്റാൻ വേണ്ടി മുസ്ലിമീങ്ങളെ പ്രേരിപ്പിക്കലുമുണ്ട്. അതുകൊണ്ട് ഫഅലൈഹിം, മുസ്ലിമീങ്ങൾക്ക് നിർബന്ധമാണ്, ഇദാ അറാദുൻ നജാത്ത്, അവർക്ക് രക്ഷപ്പെടണം, കക്ഷിത്വങ്ങളിൽ നിന്ന്, പാർട്ടികളിൽ നിന്ന്, ഗ്രൂപ്പുകളിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അൻ യകൂനു അലാ മാ കാന അലൈഹി റസൂലു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അസ്ഹാബു, പ്രവാചകനും അവിടുത്തെ അനുചരന്മാരും ഏതൊരു മൻഹജിൽ, ഏതൊരു രീതിയിൽ, സുന്നത്തിലാണോ, ഏതൊരു വഴിയിലായിരുന്നോ അത് മുറുകെ പിടിക്കണം. ഫഹുവ സമറത്തും മിൻ സമറാത്തി ഇത്തിബാഇ സുന്ന, സുന്നത്തിനെ പിൻപറ്റുന്നതിന്റെ ഫലങ്ങളിൽപ്പെട്ട ഒരു ഫലമാണ് ഈ പറഞ്ഞത്. മൂന്നാമത് അന്ന ഫീ ലുസൂമി സുന്നത്തി തഹ്സീലുൽ ഹിദായത്തി വസ്സലാമത്തു മിനൽ ളലാൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിലാൾ മുറുകെ പിടിച്ചാൽ അവന് ഹിദായത്ത് ലഭിക്കും, വഴികേടിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും. നമ്മളെല്ലാവരും ഹിദായത്ത് തേടുന്നവരാണ്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ലലാലത്തിൽ ഞങ്ങൾ ആവരുതേ എന്ന് അള്ളാഹുവിനോട് നമ്മൾ അവനോട് നിത്യവും നിരന്തരവും ദുആ ചെയ്യുന്നതാണ്. അതിനുള്ള മാർഗമേതാ? ഹിദായത്തൊരാൾക്ക് ലഭിക്കാൻ, വഴികേടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമേതാ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന സഹീഹായ ഹദീസ്. ഈ ഹദീസിന്റെ പല രൂപങ്ങളുണ്ട്. ചില റിവായത്തുകളിൽ സാലിഹ് ഇബ്നു മൂസൽ സൽഹി എന്ന് പറയുന്ന ഒരു റാവിയുണ്ട്, അതുകൊണ്ട് ബലഹീനമാണ്. പക്ഷേ ഇതിന്റെ പല റിവായത്തുകളും പല വഴികളും പരിശോധിച്ച് ഹദീസിന്റെ പണ്ഡിതന്മാർ ഇത് സ്വീകാര്യയോഗ്യമാണ് എന്ന് പറഞ്ഞ ഹദീസുകളാണ്. ഇന്നി ഖദ് തറക്തു ഫീകും ശൈഅൻ, ഞാൻ നിങ്ങളിൽ രണ്ട് കാര്യം ഒഴിവാക്കിയാണ് ഈ ലോകത്തോട് വിട പറയുന്നത്. ലൻ തളില്ലു ബഅദഹുമാ, ആ രണ്ട് കാര്യം നിങ്ങൾ സ്വീകരിച്ചു മുറുകെ പിടിച്ചാൽ ഒരിക്കലും നിങ്ങൾ വഴികേടിലാകൂല, വലാലത്തിൽ നിന്ന് സുരക്ഷയാണ്. കിതാബുല്ലാഹി വസുന്നത്തി, പരിശുദ്ധ ഖുർആനും ആ ഖുർആന്റെ വിശദീകരണമായ റസൂലിന്റെ സുന്നത്തും. വലൻ യതഫറഖ ഹത്താ യരിദ അലയ്യൽ ഹൗൽ, ഈ ഖുർആനും സുന്നത്തും ഹൗലിന്റെ അവിടെ എൻ്റെ അടുത്ത് വരുന്നത് വരെ വേർപിരിയുകയില്ല. അത് ഒരാൾ മുറുകെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ വലാലത്തിൽ നിന്ന് അവന് സുരക്ഷയാണ്, വഴികേടിൽ നിന്ന് അവന് രക്ഷപ്പെടാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത മറ്റൊരു റിവായത്തിൽ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖതബൻ നാസ ഫി ഹജ്ജത്തുൽ വദാഇ, ഹജ്ജത്തുൽ വദാഇൽ ഖുതുബ പറഞ്ഞു. അവിടെ പറഞ്ഞു, യാ അയ്യുഹന്നാസു ഇന്നി ഖദ് തറക്തു ഫീകും മാ ഇൻ ഇഅ്തസംതും ബിഹി ഫലൻ തളില്ലു അബദ, നിങ്ങൾ മുറുകെ പിടിച്ചാൽ ഒരിക്കലും നിങ്ങൾ വലാലത്ത് വഴികേടിലാകൂല, ഹിദായത്തിന്റെ ആളുകളാകും. അങ്ങനത്തെ ഒരു വിഷയം ഞാൻ ഒഴിവാക്കിയിട്ടാണ് പോകുന്നത്. കിതാബുല്ലാഹി വസുന്നത്തു നബിയിഹി, കിതാബുല്ലാഹി വസുന്നത്തു നബിയിഹി. ഈ ഹദീസിന്റെ പല വാക്കുകളും റിവായത്തുകളും അത് കൂട്ടി യോജിപ്പിച്ച് ഹദീസിന്റെ പണ്ഡിതന്മാർ പറഞ്ഞ സ്വീകാര്യയോഗ്യമാണ്. നമുക്ക് ആ ഹദീസിൽ നിന്ന് കൃത്യമായി ആശയം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഷെയ്ഖ് ഹഫിളഹുള്ള അവിടെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഹാദിഹിൽ അഹാദീസു, ഈ മുകളിൽ പറഞ്ഞ ഹദീസുകൾ തുഫീദു അന്ന ഫി ഇത്തിബാഇ സുന്നത്തിൻ നബവിയ്യത്തി സലാമത്തുൻ മിനൽ ളലാൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ പിൻപറ്റിയാൽ വഴികേടിൽ നിന്ന് രക്ഷയുണ്ട്. വഴികേടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഹിദായത്താണ്. ഒരാൾ ലലാലത്തിലല്ലെങ്കിൽ അവൻ ഹിദായത്തിലാണ്. ഒന്നിരിക്കൽ ഹിദായത്ത്, അതല്ലെങ്കിൽ ലലാലത്താണ്. അപ്പോ തറക്തു ഫീകും ശൈഅൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തി വലൻ യതഫറഖ ഹത്താ യരിദ അലയ്യൽ ഹൗൽ, ഹൗലിന്റെ അടുത്ത് എൻ്റെ അടുത്ത് അത് വരുന്നത് വരെ വിട്ടുപിരിയൂല എന്ന് പറഞ്ഞപ്പോൾ ഇന്ന ഹാദൽ ഹദീസ ഫീഹി ബിശാറത്തുൻ, ഇതിൽ സന്തോഷ വാർത്തയുണ്ട്. ലിമൻ ഇത്തബഅ സുന്നത്ത റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ ഒരാൾ പിൻപറ്റി, വതമസ്സക ബിഹാ, അത് മുറുകെ പിടിച്ചാൽ, വഅന്നഹാ സതകൂനു ദാഇയതൻ വഹാദിയതൻ ഫി അറസാതി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഈ ഖുർആനും ഈ സുന്നത്തും ആ മനുഷ്യനെ ക്ഷണിക്കുകയും അവന് വഴികാട്ടുകയും ചെയ്യും. ഇലൽ ഹൗലിൽ മൗറൂദി ഹൗലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ ഹൗലിന്റെ അങ്ങോട്ട് വഴികാട്ടി കൊടുക്കും അവൻ. കാരണം ഈ ലോകത്തത് മുറുകെ പിടിച്ച ആളാണ്. അതവന്റെ കൈമുതലായിട്ടുണ്ടെങ്കിൽ ആ പറയുന്ന വിശാലമായ ഖിയാമത്ത് നാളിൽ ലോകത്തുള്ള ആളുകൾ മുഴുവൻ രമിച്ചു കൂടുന്ന സ്ഥലത്ത്
അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹൗലിൻ്റെ അടുത്തേക്ക് വഴി കാട്ടിക്കൊടുക്കും. അവനെ ക്ഷണിച്ചു കൊണ്ടുപോകുന്നതായിരിക്കും ഈ പറയുന്ന കിതാബും സുന്നത്തും. അതിലുള്ള അവസരം അവനുണ്ടാകും. അവൻ വഴി പയച്ച് നരകത്തിലേക്ക് ചെന്ന് ചാടേണ്ട അവസ്ഥയുണ്ടാവുകയില്ല. വഹാദിഹി സമറത്തുൻ അളീമത്തുൻ മിൻ സമറാത്തി അത്തമസ്സുകി വൽ ഇത്തിബാഇ ലിസുന്നത്തി റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിനെ പിൻപറ്റുന്നതിൻ്റെ ഏറ്റവും മഹത്തായൊരു ഫലമാണ്. ഖിയാമത്ത് നാളിൽ സുരക്ഷിതനായി റസൂൽ എവിടെ നിൽക്കണ്, അവിടുത്തെ ഹൗൽ എവിടെയാണ്, അങ്ങോട്ട് എത്താൻ കഴിയുക എന്നുള്ളത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാ ഈ പറയുന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, കാന അഇമ്മത്തുൽ മുസ്ലിമീന മിസ്ല മാലിക്കിൻ വ ഹമ്മാദ് ഇബ്നു സൈദിൻ വ സൗരി. മുസ്ലിം ഉമ്മത്തിന്റെ കഴിഞ്ഞുപോയ ഇമാമിങ്ങൾ മാലിക് റഹ്മഹുല്ലാ, ഹമ്മാദ് ഇബ്നു സൈദ് റഹ്മഹുല്ലാ, സുഫിയാൻ സൗരി റഹ്മഹുല്ലാ, പ്രമുഖരായ കിബാറുകളായ ആ ഇമാമിങ്ങൾ വനഹിഹിം അവരെ പോലത്തവരൊക്കെ ഇന്നമാ തകല്ലമു ബിമാ ജാഅത് ബിഹി അർ-റിസാല. അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് എന്താണോ വന്നു അത് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. ദീന്റെ കാര്യത്തിൽ അവരുടെ അഭിപ്രായങ്ങളോ അവരുടെ ദേഹ ഇച്ഛകളോ അവർക്ക് തോന്നുന്നതൊന്നും പറയാതെ സുന്നത്ത് മാത്രം പഠിച്ച് അതവരെ അമലാക്കി മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ആ സുന്നത്ത് മാത്രം അവർ സ്വീകരിക്കാൻ കാരണം? ലിഅന്നഹു ഫീഹിൽ ഹുദാ വശിഫ. സന്മാർഗം അതിലാണുള്ളത്. നമുക്ക് അഭിമുഖീകരിക്കുന്ന ദീനിലും ദുന്യാവിലുമുള്ള ഏത് വിഷയങ്ങളുണ്ടോ അതിനുള്ള പരിഹാരങ്ങൾ, അതിനുള്ള പോംവഴികൾ ആ സുന്നത്തിലാണുള്ളത്. ഫമൻ ലം യകുൽ ലഹു ഇൽമുൻ ബിത്വരീഖിൽ മുസ്ലിമീൻ. മുൻഗാമികളായ ഈ സലഫുകളായ ഇമാമിങ്ങളുടെ മുസ്ലിമീങ്ങളുടെ വഴി ഒരാൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ യഅതാദു അൻഹു ബിമാ ഇൻദ ഹഉലാ. അവൻ പിന്നെ ഹവന്റെയും ബിദ്അത്തിന്റെയും വലാലത്തിന്റെയും വഴികേടിന്റെയും ആളുകൾ പറയുന്നതിന് ചെവി കൊടുക്കാൻ പോകും, അങ്ങോട്ട് പോകും. നേരെ മറിച്ച് മുൻഗാമികളായ സലഫിന്റെ അവർ പഠിപ്പിച്ചു തന്ന പ്രവാചകന്റെ സുന്നത്ത് ഒരാൾക്ക് കൃത്യമായിട്ട് അറിയുമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇമാമികൾ ചെയ്തതുപോലെ കൃത്യമായി അത് മാത്രം പറയും, അത് അമലിലേക്ക് കൊണ്ടുവരും ചെയ്യും. എന്നിട്ട് ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് പറയാണ്, വഹാദാ സബബു ളുഹൂരിൽ ബിദ്അ ഫീ കുല്ലി ഉമ്മ. എല്ലാ സമുദായങ്ങളും അനാചാരങ്ങളും ബിദ്അത്തുകളും വരാൻ കാരണം പ്രവാചകന്റെ സുന്നത്ത് ഒഴിവാക്കിയിട്ട് ബിദ്അത്ത് അവന്റെ ആളുകൾക്ക് പോയി എന്നുള്ളത്, അതറിയൂല എന്നുള്ളത്. എന്താ കാരണം? വഹുവ ഖഫാഉ സുനനിൽ മുർസലീന ഫീഹിം. പ്രവാചകന്മാരുടെ സുന്നത്ത് എന്താന്ന് അറിയാതെ വന്നു. കഴിഞ്ഞുപോയ സമുദായങ്ങളുടെ അവസ്ഥ അതാണ്, ഈ ഉമ്മത്തിന്റെയും അവസ്ഥ അതാണ്. ബിദ്അത്തും വലാലത്തും വഴികേടുകളും വരാൻ കാരണം പ്രവാചകന്റെ സുന്നത്ത് എന്താണെന്ന് അറിയാത്തത്. ഓരോ വിഷയത്തിലും അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച സുന്നത്ത് അറിയും, അത് ആളുകൾ അമലാക്കി അതിനെ പിന്തുടർന്നാൽ ഈ പറയുന്ന വഴികേടിലേക്കും ബിദ്അത്തിലേക്കും ആളുകൾ എത്തിച്ചേരുകയില്ല. വബിദാലിക യഖഉൽ ഹലാകു. അങ്ങനെ പ്രവാചകന്മാരുടെ സുന്നത്ത് ആളുകൾക്ക് മറഞ്ഞുപോയി അറിയാതെ വന്നാൽ പിന്നെ ആ സമുദായങ്ങൾ നാശങ്ങളാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് ശിർക്ക് വരാൻ കാരണം, അദ്ദേഹത്തിന്റെ കാലത്ത് ശിർക്ക് വന്നത് ആളുകൾ സാലിഹീങ്ങളായ ആളുകളെ പിശാച് അവർക്ക് ഓരോ ഘട്ടങ്ങളായിട്ട് അവരെ ബഹുമാനിക്കുന്ന സദസ്സിൽ ചെന്നിരുത്തി, പിന്നെ അവിടെ ഫോട്ടോകൾ കൊണ്ടുവന്ന് വെക്കാൻ പറഞ്ഞു, പിന്നെ അവർക്ക് ആരാധിക്കാൻ പറഞ്ഞു. ഇങ്ങനെ ഘട്ടമല്ല ശിർക്ക് വന്നത്. പ്രവാചകന്മാരും മുൻഗാമികളും കൊണ്ടുവന്ന ദീന് എന്താണെന്നുള്ളത് അവർക്ക് അറിയാതെ ഇൽമ് മറന്നുപോയി. ശരിയായ ഇൽമ് മറന്നു, ആളുകൾ വിസ്മരിച്ചു, ശ്രദ്ധിക്കാതെ പോയപ്പോൾ വഴികേടിലേക്ക് വലാലത്തിലേക്ക് പോയി എന്നുള്ളത്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി വലിഹാദാ കാനൂ യഖൂലൂൻ അൽ ഇഅ്തിസാമു ബിസ്സുന്നത്തി നജാ. അതുകൊണ്ട് തന്നെ മുൻഗാമികൾ പലപ്പോഴും അവർ പറയലുണ്ടായിരുന്നു, സുന്നത്ത് മുറുകെ പിടിക്കുക എന്ന് പറയുന്നത് മനുഷ്യന്റെ രക്ഷയാണ്, സുരക്ഷയാണ്. വലാലത്ത് വഴികേടിലേക്ക് പോകാതെ ഒരാൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗമാണ് പ്രവാചകന്റെ സുന്നത്ത് മുറുകെ പിടിക്കുക എന്നുള്ളത്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ പറഞ്ഞു, അസ്സുന്നത്തു മിസ്ലു സഫീനത്തി നൂഹ്. അല്ലാഹുവിന്റെ റസൂല സുന്നത്തി എന്ന് പറയുന്ന നൂഹ് നബിയുടെ കപ്പൽ പോലെയാണ്. മൻ റകിബഹാ നജാ വമൻ തഖല്ലഫ അൻഹാ ഹലക്. ആ കപ്പലിൽ കയറാൻ തയ്യാറായാൽ അവൻ രക്ഷപ്പെട്ടു, അതിൽ കയറാതെ പിന്തിരിഞ്ഞു പോയാൽ അദ്ദേഹത്തിന്റെ മകനടക്കമുള്ള ആളുകൾ ഞാൻ ആ മലന്റെ മുകളിൽ കയറിക്കോളാന്ന് പറഞ്ഞു. നൂഹ് നബിയുടെ ചരിത്രം നിങ്ങൾ കേട്ടു. കപ്പലിൽ കയറാതെ അവൻ ഹലക, നശിക്കും ചെയ്തു. വഹാല ബൈനഹുമൽ മൗജൂന ഖുർആനിൽ പറയുന്നത്, ആ പിതാവിന്റെയും ആ മകന്റെയും ഇടയിൽ വലിയ തിരമാലകൾ മറയിട്ടു, മുങ്ങി നശിച്ചു. ഇതുപോലെ ഉപമ പറഞ്ഞുകൊണ്ട്, ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, സുന്നത്ത് അത് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കപ്പൽ പോലെയാണ്. ആ സുന്നത്ത് ഒരാൾ മുറുകെ പിടിച്ചാൽ ഈ പറയുന്ന ദലാലത്ത്, വഴികേടുകൾ, ഫിത്നകൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, ഛിദ്രതകൾ, കക്ഷിത്വങ്ങൾ അതിൽ നിന്ന് രക്ഷയാണ്, സുരക്ഷയാണ്. നേരെ മറിച്ച് അതിൽ നിന്ന് പുറംതിരിഞ്ഞു നിന്നാൽ അവൻ പരാജയപ്പെടും. വഹാദാ ഹഖ്. ഇമാം മാലിക് റഹ്മഹുല്ലാഹ് പറഞ്ഞ ഈ വാക്ക് വളരെ സത്യമാണ്. ഇമാം മാലിക് അദ്ദേഹം പറഞ്ഞൊരു വാക്കാണത്. പക്ഷേ അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ ഇത് വളരെ ബഹുമാന ആദരവുള്ള നുബുവത്തിന്റെ പൊത്തിൽ നിന്ന് വന്ന വാക്ക് എന്ന നിലക്ക് അതിനെ വിശേഷിപ്പിക്കൽ. മിൻ മിഷ്കാത്തിൻ നുബുവ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലത്തെ വലിയൊരു വാക്ക്, വലിയൊരു ഉപമയാണ്. വഹാദാ ഹഖ്ഖുൻ ഫഇന്ന സഫീനത നൂഹിൻ ഇന്നമാ റകിബഹാ മൻ സദ്ദഖൽ മുർസലീന വത്തബഅഹും.
നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ കപ്പലിൽ കയറിയത് മഹാനായ ആ പ്രവാചകനെയും അദ്ദേഹത്തെ വിശ്വസിക്കുകയും അദ്ദേഹത്തിനോട് പിന്തുടരുകയും ചെയ്ത ആളുകളാണ്. വഅന്നമല്ലം യർക്കബ്ഹ, ആ കപ്പലിൽ കയറാതെ പോയ ആളുകൾ ഫഖദ് കസ്സബൽ മുർസലീൻ, നൂഹ് നബിയെയും അദ്ദേഹത്തിന്റെ ശേഷം വന്ന എല്ലാ മുർസലീങ്ങളെയും കളവാക്കിയ ആളുകളാണ്. വത്തിബാഉ സുന്നത്തി ഹുവത്തിബാഉ റിസാലത്തില്ലത്തി ജാഅത് മിൻ ഇൻദില്ലാഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൽ നിന്ന് വന്ന ആ സന്ദേശത്തെ അതിനെ പിന്തുടരുക എന്നുള്ളതാണ്. ഫതാബിഉഹാ ബിമൻസിലത്തി മൻ റകിബ മഅ നൂഹിൻ അസ്സഫീന, അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ ആ സുന്നത്തിനെ പിന്തുടരുന്ന വ്യക്തി നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് കൂടെ കപ്പലിൽ കയറിയ ആളുകളെ പോലെയാണ്. ബാത്തിനൻ വലാഹിറൻ, ഉള്ളും പുറവും എന്ന് പറഞ്ഞാൽ അവരുടെ വിശ്വാസപരമായ കാര്യങ്ങളിലും പ്രത്യക്ഷത്തിൽ അവൻ നിന്ന് വരുന്ന ഇബാദത്തുകളും ഇടപാടുകളും ആദാബുകളും സ്വഭാവങ്ങളും കാര്യങ്ങളൊക്കെ ആ പ്രവാചകന്റെ കൂടെ നൂഹ് നബിയുടെ കൂടെ കപ്പലിൽ കയറിയ ആളുകളെ പോലെയാണ്. വൽ മുത്തഖല്ലിഫു അൻ ഇത്തിബാഇ റിസാലത്തി, പ്രവാചകൻ കൊണ്ടുവന്ന ആ റിസാലത്ത് പിന്തുടരാതെ പിന്തി നിൽക്കുന്ന ആളുകൾ ബിമൻസിലത്തിൽ മുത്തഖല്ലിഫി അൻ ഇത്തിബാഇ നൂഹിൻ അലൈഹിസ്സലാത്തു വസ്സലാം വറുകൂബി സഫീനത്തി മഅ, നൂഹ് നബിയോട് പിൻപറ്റാതെ അദ്ദേഹത്തിന്റെ കപ്പലിൽ കയറാതെ പിന്തി നിന്ന ആളുകളെ പോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിന്തുടരാൻ തയ്യാറാകാത്ത ആളുകൾ. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഈ ഉപമയിൽ നിന്ന് അത് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാകുന്നു. പിന്നെ നാലാമത്തെ പോയിന്റ് ആയിക്കൊണ്ട് അദ്ദേഹം പറയുന്നത് അന്ന ഫി സുന്നത്തി ദുഖൂലൻ തഹ്ത ഇസ്മിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫീ തർക്കിഹാ ഖുറൂജുൻ അൻ ഇസ്മിർ റസൂൽ, റസൂലിന്റെ ആളാവുക പ്രവാചകന്റെ ഒപ്പമാണ് എന്ന് പറയുന്ന ആ കൂട്ടത്തിലാണ് അവിടുത്തെ സുന്നത്ത് പിൻപറ്റുന്ന ആളുകൾ. നമ്മളാളാണ്, നമ്മൾ ചിലപ്പോൾ പറയുന്നുണ്ട് അവൻ എൻ്റെ ആളാണ് എന്ന് പറയും അല്ലേ, അവൻ എൻ്റെ ആളാണ്, എനിക്ക് വേണ്ടപ്പെട്ട ആളാണ്, ഞാൻ പറഞ്ഞത് കേൾക്കുന്ന ആളാണ്, നമുക്ക് സ്നേഹമുള്ള ആളാണ്, ആദരവുള്ള ആളാണ്, അവൻ എന്ത് വന്നാലും അതെനിക്ക് പറ്റിയതാണ്. ഈ പറയുന്നൊരു പ്രയോഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സമയത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. ഒരു സമയത്തല്ല, പല ഹദീസുകളും പ്രയോഗിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടൊരു സംഭവം. അതുകൊണ്ട് തന്നെ അവിടുത്തെ സുന്നത്തിനൊരാൾ പിൻപറ്റിയാൽ അവർ റസൂലിന്റെ ആ സംരക്ഷണം, ആ സ്നേഹം, ആ ആദരവ് അതിന്റെ കീഴിലാണ്. നേരെ മറിച്ച് ആ സുന്നത്തൊരാൾ ഒഴിവാക്കിയാൽ ആ പ്രവാചകനിൽ നിന്ന് അവൻ പുറത്താണ്. അവൻ എന്ത് തന്നെ വാദിച്ചാലും എന്ത് തന്നെ അവകാശപ്പെട്ടാലും. അതിന് തെളിവായിക്കൊണ്ട് ബുഖാരി മുസ്ലിം റഹിമഹുമുള്ള അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത പലപ്പോഴും നിങ്ങൾ കേട്ടത് ഒരു ഹദീസാണ്. 3 ആളുകൾ പ്രവാചകന്റെ ഭാര്യന്മാരുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് വീട്ടിൽ വെച്ച് ചെയ്യുന്ന ഇബാദത്തിനെ കുറിച്ച്, പ്രത്യേകിച്ച് രാത്രിയൊക്കെ എന്താണ് അവിടുത്തെ ഇബാദത്തിന്റെ അവസ്ഥ. അപ്പൊ അവരോട് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ദിവസങ്ങൾ നോമ്പ് അനുഷ്ഠിക്കലുണ്ട്, ചില ദിവസങ്ങൾ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കാതെ നോമ്പ് ഇല്ലാത്ത ആളായി ജീവിക്കലുണ്ട്, രാത്രി ഉറങ്ങലുണ്ട്, ചില സമയത്ത് ഇബാദത്ത് നിർവഹിക്കലുണ്ട്. പ്രവാചകന്റെ ഇബാദത്തിനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോ കഅന്നഹും തഖാലുഹ, അവർക്കത് കുറവായി തോന്നി. എന്നിട്ട് അവരെന്ത് പറഞ്ഞു? ഐന നഹ്നു മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതൊക്കെ റസൂലിനെ സംബന്ധിച്ചത് മതിയാകും, നമ്മൾ റസൂൽ തമ്മിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. പ്രവാചകന് കഴിഞ്ഞു പോയതും വരാൻ പോകുന്ന പാപങ്ങൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കപ്പെട്ട ആളാണ്, നമുക്കതില്ല എന്ന് പറഞ്ഞിട്ട് അവർ പ്രതിജ്ഞ ചെയ്തു. ഒരാൾ പറഞ്ഞു അമ്മ അന ഫഇന്നി ഉസല്ലി അല്ലൈല അബദൻ, ഞാൻ രാത്രി ഉറങ്ങുക തന്നെയില്ല, എന്നും ഞാൻ നിസ്കാരത്തിൽ കഴിച്ചുകൂട്ടും ഇബാദത്ത്. മറ്റാൾ പറഞ്ഞു അന അസൂമുദ്ദഹറ വലാ ഉഫ്തിർ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇനി നോമ്പ് മുറിക്ക എന്ന് പറയുന്ന സ്വഭാവം എന്നും നോമ്പുകാരനായി. മൂന്നാമത്തെ ആൾ പറഞ്ഞു അന അഅ്തസിലുൻ നിസാ അഫലാ അതസവ്വജു അബദ, സ്ത്രീകളെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി വിവാഹേ കഴിക്കൂല, വിവാഹം, കുട്ടികൾ, കുടുംബം, ഈ പറയുന്ന കാര്യങ്ങൾ എനിക്കുണ്ടാവൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന സമയത്ത് ഈ പറയുന്ന വിവരം പ്രവാചകനോട് പറയപ്പെട്ടു. അപ്പൊ ഇവരെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ അൻതുമുല്ലദീന ഖുൽതും കദാ വകദ, നിങ്ങൾ ഇങ്ങനെ എനിക്ക് പ്രതിജ്ഞ ചെയ്ത ആളുകളാണോ? അപ്പൊ അവർ പറഞ്ഞു അമാ വല്ലാഹി, ഞങ്ങളങ്ങനെ പറഞ്ഞു. അപ്പൊ പ്രവാചകൻ പറഞ്ഞു അറിയുക, അല്ലാഹുവാണ് സത്യം, ഇന്നി ല അഖ്ശാകും ലില്ലാഹി വ അത്ഖാകും ലഹു, ഞാൻ നിങ്ങളിലേറെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഖശിയത്തുള്ള ആൾ. ഖശിയത്തുല്ലാഹി എന്ന് പറയുന്നത് അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായ അസ്മാ സിഫാത്ത് കൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായ അറിവുള്ള ആളാണ്. ആ അറിവിന്റെ അടിസ്ഥാനത്തിൽ ആ ഖശിയത്ത് ഉണ്ടാകുള്ളൂ, അത് ഏറ്റവും കൂടുതൽ എനിക്കാണ്. അതുകൊണ്ട് തന്നെ അത്ഖാകും ലഹു, അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും തഖ്വയും സൂക്ഷ്മതയും നിങ്ങളിലേറെ എനിക്കാണുള്ളത്. അതുകൊണ്ട് ആ അങ്ങനത്തെ ഞാൻ ലാക്കിന്നി അസൂമു വ ഉഫ്തിർ, ഞാൻ സുന്നത്തായ നോമ്പുകൾ അനുഷ്ഠിക്കലുണ്ട്, നോമ്പ് ഒഴിവാക്കലുണ്ട്, രാത്രി നിസ്കരിക്കലുണ്ട്, ഉറങ്ങലുണ്ട്, സ്ത്രീകൾ വിവാഹം കഴിക്കലുണ്ട്. ഫമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി, എന്റെ സുന്നത്ത് ഇതാണ്, എന്റെ ശരീരതാണ്, രീതി മൻഹജും ഇതാണ്, ഇതൊരാൾക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അവൻ എന്റെ കൂട്ടത്തിൽപ്പെട്ട ആളല്ല. അപ്പോ ഈ ഹദീസിൽ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ സുന്നത്ത് ഒരാൾക്ക് വേണ്ടെങ്കിൽ അവൻ എന്റെ ആളല്ല, എന്റെ കൂട്ടത്തിൽപ്പെട്ട ആളല്ല, കൃത്യമായി പറഞ്ഞു. ഈ വ്യക്തി എന്തു തന്നെ അവകാശപ്പെട്ടാലും ഞാൻ സലഫിയാണ്, ഞാൻ സുന്നിയാണ്, ഞാൻ മുസ്ലിമാണ്, മുഅ്മിനാണ്, മുത്തഖിയാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ കുറിച്ച് ഇവന്റെ
നിലപാട് എന്താണ്, അതിനോട് പിന്തുടരുന്ന കാര്യത്തിൽ ഇവന് അതിനെക്കുറിച്ചുള്ള അവസ്ഥ എന്താണ്, ഇത് നോക്കിയാൽ അവൻ പ്രവാചകന്റെ കൂടെയാണോ, റസൂലിന്റെ ആളാണോ, അവിടുത്തെ യഥാർത്ഥ ഉമ്മത്താണോ എന്ന് ഈ ഹദീസിൽ കൂടെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്റെ സുന്നത്ത് ഒരാൾക്ക് ആവശ്യമില്ലേ, ഫലൈസ മിന്നി, അവൻ എന്നിൽപ്പെട്ട ആളല്ല. എന്റെ സുന്നത്ത് ഒരാൾക്ക് ആവശ്യമുണ്ട്, അത് പിന്തുടരുന്നുണ്ട്, അവൻ എന്നിൽപ്പെട്ട ആളാണ്. മറ്റൊരു കാര്യം ഷെയ്ഖ് ഹഫീദുല്ലാഹ് പറയുന്നു, അന്ന ഫീ ഫളലി സുന്നത്തി വത്തിബാഇഹ അൽ ഫകാകു മിൻ സുബുലി ശൈത്താൻ. പ്രവാചകന്റെ സുന്നത്ത് ഒരാൾ പിന്തുടരാൻ തയ്യാറായാൽ, ആ സുന്നത്ത് ഒരാൾ സ്വീകരിക്കാൻ തയ്യാറാണ്, പൈശാചികമായ മാർഗങ്ങൾ, വഴികളിൽ നിന്ന് അവന് രക്ഷയാണ്, സുരക്ഷയാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഒരാൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് ആയത്തുൽ കുർസി അവൻ പാരായണം ചെയ്താൽ ആ രാത്രി പൂർണ്ണമായിട്ട് പിശാചിന്റെ ഷർറിൽ നിന്ന് അവന് സുരക്ഷയാണ്. ഒരാൾ അദ്കാറു സബാഹ് വൽ മസാഇന്റെ കൂട്ടത്തിൽ രാവിലെ സമയത്ത് 100 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്ന് പറയുന്ന ദിക്ർ പറഞ്ഞാൽ ആ ദിവസം പൂർണ്ണമായി പിശാചിൽ നിന്ന് അവന് സുരക്ഷയാണ്. വൈകുന്നേരം പറയുകയാണെങ്കിൽ രാത്രി പൂർണ്ണമായിട്ടും അവന് പിശാചിൽ നിന്ന് രക്ഷയാണ്, സുരക്ഷയാണ്. ഇതുപോലെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്ന ഈ സുന്നത്തുകൾ ചെറുതും വലുതുമായ വിശ്വാസത്തിലുള്ളത്, ഇബാദത്തിലുള്ളത്, സ്വഭാവ ഓരോ കാര്യങ്ങളിലും അവിടുത്തെ ആ സുന്നത്തൊരാൾ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ പിശാചിന്റെ ഷർറിൽ നിന്ന് അവന് രക്ഷയാണ്, മോചനമാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് വതനഹ അൻഹു ശൈത്താനു, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് പറയപ്പെടും, മതിയാക്കപ്പെട്ടു, സംരക്ഷിക്കപ്പെട്ടു. വതനഹ അൻഹു ശൈത്താൻ, പിശാച് അവനിൽ നിന്ന് അകന്ന് ഒഴിഞ്ഞു പോകും. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മില്ലാ എന്ന് പറഞ്ഞ പിശാചിന് കൂടെ കഴിക്കാൻ കഴിയൂല. വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ബിസ്മില്ലാ എന്ന് പറഞ്ഞ ദിക്റോട് കൂടെ കടന്നാൽ പിശാചിനെ വീട്ടിലേക്ക് അവന്റെ കൂടെ കടക്കാൻ കഴിയൂല. ഓരോ കാര്യങ്ങളിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അദ്കാറുകളിലും ആദർശത്തിലും ഓരോ വിഷയം, മനുഷ്യ ജിന്ന് പിശാചുകൾ നിറഞ്ഞ് മനുഷ്യരിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ സമൂഹത്തിലൊക്കെ അവിടുത്തെ പ്രവാചകന്റെ സുന്നത്തിനെ കൃത്യമായി പിൻപറ്റുമ്പോൾ ആ മനുഷ്യന് ഈ പൈശാചികതകളിൽ നിന്ന്, ജിന്ന് ഇൻസിലുള്ള പിശാചുകളിൽ നിന്നുള്ള സുരക്ഷയുണ്ടാകും. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ, സഹീഹായ ഹദീസിൽ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഖത്തലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖത്തൻ, പ്രവാചകൻ ഞങ്ങൾക്ക് ഒരിക്കലൊരു വര വരച്ച് കാണിച്ചു തന്നു. എന്നിട്ട് ഫഖാല, പ്രവാചകൻ പറഞ്ഞു, ഹാദാ സബീലുല്ലാഹി, നേരായ ചൊവ്വായ ദീർഘമായ ഒരു വര വരച്ച് കാണിച്ചു കൊടുത്തു. ഇതിൽ പറഞ്ഞു ഇത് അള്ളാഹുവിന്റെ വഴിയാണ്, സിറാത്തുല്ലാഹിൽ മുസ്തഖീം. ഇതാണ്. ثم خط خطوطا عن شماله وعن يمينه, അതിന്റെ ഇടത്തും വലത്തും പിന്നെ കുറേ വരകൾ വാരി, ഇടഭാഗത്ത് കുറേ വരകൾ, വലഭാഗത്ത് കുറേ വരകൾ വരച്ചു കാണിച്ചു കൊടുത്തു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഈ പറയുന്ന വഴികൾ മുഴുവനും ഹാദാ സബീലി, ആദ്യത്തെ ആ ദീർഘമായ നേരായ ചൊവ്വായ ആ വര, ഇത് എന്റെ മാർഗമാണ്, അള്ളാഹുവിന്റെ മാർഗമാണ്. വഹാദിഹി സുബുലുൻ, ഇടത്തും വലത്തുമുള്ള ഈ വരകളൊക്കെ ഒരുപാട് വഴികളാണ്, പേച്ച വഴികളാണ്. അലാ കുല്ലി സബീലിൻ മിൻഹാ ശൈത്വാനുൻ യദ്ഉ ഇലൈഹി, അവിടെയൊക്കെ പിശാചുകൾ ഉണ്ടാകും. ഏത് വഴിയാണെങ്കിലും, ത്വരീഖത്തിന്റെ വഴിയോ തബ്ലീഗിന്റെ വഴിയോ വേറുള്ള ഏതെങ്കിലും വഴികൾ, തെറ്റായ വഴികൾ, രീതികൾ ആര് സ്വീകരിച്ചാലും അതൊക്കെ പൈശാചികമായ വഴികളാണ്. ആ പിശാചിന്റെ ഷർറും ഉപദ്രവങ്ങളും അപകടപ്പെടുത്തലുകളും ഈ വ്യക്തി അനുഭവിക്കേണ്ടി വരും. നേരെ മറിച്ച് സിറാത്തുല്ലാഹിൽ മുസ്തഖീം, അള്ളാഹുവിന്റെ വഴി, പ്രവാചകൻ കാണിച്ചു തന്ന സുന്നത്ത്, അതിൽ കൃത്യമായ ഒരാൾ ജീവിക്കുകയാണെങ്കിൽ അവൻ സുരക്ഷിതനാണ്. ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് അവന് അള്ളാഹുവിലേക്ക് എത്തിച്ചേരാൻ കഴിയും. അള്ളാഹു ബഹുമാനിച്ച് ആദരിച്ച് തയ്യാറാക്കിയ സ്വർഗത്തിലേക്കും ആ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന പ്രവാചകന്റെ അടുത്തേക്കും അവന് എത്താൻ കഴിയും. ഫമനിത്തബഅ സുന്നത്തർ റസൂൽ, പ്രവാചകന്റെ സുന്നത്തിനോട് ഒരാൾ പിൻപറ്റിയാൽ ഇത്തബഅ സിറാത്തൽ മുസ്തഖീം, ശരിയായ വഴി അവൻ പിന്തുടർന്നു. വസലിമ മിൻ സുബുലി ശയാത്തീൻ, പിശാചുകളുടെ മാർഗത്തിൽ നിന്ന് അവന് സുരക്ഷയുമാണ്. വഖത്തുർ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലദി സനഅഹു വമസ്സലഹു ബിൽ മിസാലി ലിയുഖർരിബഹു ഇലാ അദ്ഹാനിൻ നാസ്, ഭൂമിയിൽ വര വരച്ച് മനസ്സിലേക്ക് ആളുകൾ കാണുന്ന, കേൾക്കുന്ന ആളുകൾ കൃത്യമായി ആശയം മനസ്സിലാകാൻ ഇങ്ങനെ പ്രവാചകൻ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തതാണ്. നേരെ ചൊവ്വായ ഒരു വഴി സിറാത്തുല്ലാഹിൽ മുസ്തഖീം, അത് പ്രവാചകൻ കാണിച്ചു തന്ന, പഠിപ്പിച്ചു തന്ന, അത് തന്നെ ദീനുൽ ഇസ്ലാം, അത് തന്നെയാണ് ഈ സുന്നത്തി എന്ന് പറയുന്നത്. അതിന്റെ ഇടത്തും വലത്തും മറ്റ് പല വഴികളുമുണ്ടാകും. ആ വഴികൾ മുഴുവൻ പിശാചിന്റെ വഴികളാണ്. അവൻ അതിലേക്കാണ് ആ വ്യക്തികളെ എത്തിച്ചു ചെയ്യുക. ഹാദാ സബീലുർ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഷെയ്ഖ് ഹഫിളഹുല്ലാ പറയാണ് വിശദീകരിച്ചു. ഇൻ അറത്തഹു അൽസിം, ശരിയായ മാർഗം സിറാത്തുൽ മുസ്തഖീമിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ പ്രവാചകന്റെ സുന്നത്ത് മുറുകെ പിടിക്കുക. വഹുവ ത്വരീഖുൻ ത്വവീൽ, അതിലൽപ്പം ദീർഘമുണ്ടാകും, അല്പം ചിലപ്പോൾ പ്രയാസവും ഉണ്ടാകും, അതൊക്കെ ശരിയാണ്. എന്നാൽ പോലും
അതിൽ പ്രവേശിക്കുന്ന വ്യക്തികളെ രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അലൈക അൻ തസ്ബിർ, ക്ഷമിക്കേണ്ടി വരും. വഅലൈക അൻ തുതാബിഅ സബീൽ, ആ വഴിയിൽ തന്നെ സഞ്ചരിക്കും വേണ്ടി വരും. ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ നീ ഒറ്റപ്പെടും, ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ നിനക്ക് സഹായിക്കാൻ ആളുകളില്ലാത്ത അവസ്ഥ വരും, ചില സ്ഥലത്ത് നിന്നെ പേടിപ്പെടുത്തും. ഏതാണെങ്കിലും പ്രവാചകൻ കാണിച്ചു തന്ന വഴിയാണെങ്കിൽ അത് മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുക. ക്ഷമിക്കേണ്ടി വരും, ആ ദീർഘമായ ആ വഴിയിൽ കൂടെ സഞ്ചരിക്കേണ്ടി വരും. പിശാചിന്റെ വഴികൾ ചിലപ്പോൾ ചെറിയതായിരിക്കും, എളുപ്പമുള്ളതായിരിക്കും, താൽക്കാലികമായി ആശ്വാസമുള്ളതായിരിക്കും, ആൾക്കൂട്ടമുള്ളതായിരിക്കും. ആൾക്കൂട്ടങ്ങളുണ്ടാകും ഒരു പക്ഷേ, അതിൽ ചെന്ന് അപകടത്തിൽ ചാടരുതേ. വലിദാലിക കാന മിനൽ വസായ അൽ ആമ്മത്തിൽ ജമീഇൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളായ ആളുകളോട് പൊതുവിൽ മൊത്തത്തിൽ പറയുന്ന വസിയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. മുൻഗാമികളായ സഹാബത്ത് പരസ്പരം ഒരു സദസ്സിൽ പങ്കെടുത്താൽ പിരിഞ്ഞു പോകുന്നതിന്റെ മുമ്പ് പരസ്പരം വസിയത്ത് ചെയ്തിരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അസ്റിൽ പറഞ്ഞ ആ ഉപദേശങ്ങൾ. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൂ ബിൽ ഹഖ് വതവാസൂ ബിസ് സബ്ർ. ക്ഷമയോടുകൂടെ ഈ പറയുന്ന സത്യത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിച്ച് ഈമാനും സൽക്കർമ്മങ്ങളും പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ഈ ആദർശത്തിൽ മുന്നേറുക. ക്ഷമ ആവശ്യം വരും. അതുകൊണ്ട് അള്ളാഹു ഈ ആയത്തിന്റെ ഈ സൂറത്തിന്റെ അവസാനത്തിൽ വതവാസൂ ബിസ് സബ്ർ, ക്ഷമിക്കേണ്ടി വരും, ക്ഷമിച്ചുകൊണ്ടി സഹിച്ചുകൊണ്ടി എന്നാൽ പോലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും എന്ന് പറഞ്ഞ നസീഹത്ത് ഉപദേശങ്ങൾ. അത് ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വആമത്തു ഹാദിഹി ളലാലാത്തി ഇന്നമാ തത്റുഖു മൻ ലം യഅതസിം ബിൽ കിതാബി വസുന്ന. മനുഷ്യർ അകപ്പെട്ടുകൊണ്ട് കിടക്കുന്ന വഴികേടുകൾ, ദലാലത്തുകൾ ബഹുഭൂരിഭാഗം പരിശോധിച്ചാലും ഖുർആനും സുന്നത്തും അതിനെ പിൻപറ്റാതെ ആളുകൾ ചെന്ന് ചാടുന്നതാണ്. കമാ കാന സുഹരി, ഇമാം സുഹരി റഹ്മത്തുള്ളാഹി അലൈഹി പറയലുണ്ടായിരുന്നു, കാന ഉലമാഉനാ യഖൂലൂൻ, നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ മശായിഖന്മാർ നമ്മളോട് പറയലുണ്ട്, അൽ ഇഅ്തിസാമു ബിസ്സുന്നത്തി ഹുവൻ നജ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മുറുകെ പിടിക്കലാണ് ശൈത്താനിയത്തിൽ നിന്നും വഴികേടുകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഏക മാർഗം അതാണ് എന്ന് നമ്മുടെ മശായിഖന്മാർ നമ്മോട് പറയലുണ്ടായിരുന്നു. ഇമാം മാലിക് റഹ്മഹുള്ള പറഞ്ഞ ആ അസർ, അദ്ദേഹത്തിന്റെ വാക്ക് നമ്മൾ കേട്ടു. പിന്നെ അസ്സമറത്തു അസ്സാദിസത്തു ഫിത്തിബാഇ സുന്നത്തി തഹ്സീലു ശർഇ വദ്ദീൻ, പ്രവാചകന്റെ സുന്നത്ത് അത് ഒരാൾ പിന്തുടർന്നാലേ അവന് യഥാർത്ഥത്തിൽ ദീനും ശറവും കിട്ടുള്ളൂ, ദീനുള്ള ഒരാളായി മാറാൻ അവന് കഴിയുള്ളൂ. അതല്ലെങ്കിൽ ദീനില്ലാത്ത വ്യക്തിയായിട്ടായിരിക്കും അവൻ ജീവിക്കുക. അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ഒരാൾ സ്വീകരിച്ചേ മതിയാകൂ, അതിനോട് പിന്തുടർന്നേ മതിയാകൂ, അത് പഠിച്ച് അറിഞ്ഞേ മതിയാകൂ. എന്നാലേ അവന് ദീനുള്ളൊരു വ്യക്തിയായി ഈ ലോകത്ത് ജീവിക്കാൻ കഴിയുള്ളൂ. എന്താ കാരണം? ഷെയ്ഖ് ഹഫിളഹുള്ള പറയാണ്, വദാലിക അന്നദ്ദീന മഅന, ഒരാൾ ദീനുള്ള ആളാണ്, ഇസ്ലാം ദീന് എന്നൊക്കെ പറഞ്ഞതിൽ അർത്ഥം അല്ലാ തഅബുദ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ അല്ലാതെ മറ്റു ഒന്നിനെയും ആരാധിക്കരുതേ. ആദ്യത്തെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. വലാ തഅബുദല്ലാഹ ഇല്ലാ ബിമാ ശറഅ, അള്ളാഹു നമുക്ക് ദീനാക്കി നിയമമാക്കിയതനുസരിച്ച് ആ കാര്യങ്ങളല്ലാതെ ഇബാദത്തായിട്ട് ഒരാൾ സ്വീകരിക്കാനും പാടില്ല. നമുക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഇബാദത്ത് എന്ന് പറഞ്ഞ ഒരാൾക്ക് ചെയ്യാൻ പാടില്ല. അള്ളാഹു നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ കൂടെ ശറഅാക്കി, കൽപ്പനയാക്കി, നിയമമാക്കി തന്നത് അതനുസരിച്ച് അത് നമുക്ക് ഇബാദത്തായിട്ട് ചെയ്യാൻ പാടുള്ളൂ. അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പറയുന്നതിന്റെ അർത്ഥം ആശയമാണിത്. വലാ ത്വരീഖ ലനാ ഫീ മഅരിഫത്തി ശർഇ, അള്ളാഹു നമുക്ക് എന്തൊക്കെയാണ് നിയമമാക്കിയിട്ടുള്ളത് എന്ന് അറിയാൻ ഒരു വഴിയില്ല നമുക്ക്. ബിഗൈരിൽ ഖുർആനിൽ അളീമി വസുന്നത്തിൻ നബവിയ്യ, ഖുർആനും സുന്നത്തും അവലംബിക്കാന്നുള്ളതല്ലാതെ അള്ളാഹു നമ്മോട് എന്തൊക്കെ കൽപ്പിച്ചു, അവന്റെ നിയമം ഇന്നതൊക്കെയാണ്, ഞാൻ ഇന്നതാണ് വിശ്വസിക്കേണ്ടി, ഞാൻ ഇന്നതാണ് ഇബാദത്തായിട്ട് ചെയ്യേണ്ടി, ഇതാണ് പറയേണ്ടി, ഇതാണ് പ്രവർത്തിക്കേണ്ടി, എന്റെ ഇടപാട് ശരിയാത് ഇന്നതാണ്, ഇതറിയണമെന്നൊരു ഖുർആനും സുന്നത്തും സ്വീകരിക്കാന്നല്ലാതെ വേറെ ഒരു വഴിയില്ല. അതുകൊണ്ട് തന്നെ ഇബാദത്തുകളെ കുറിച്ച് പണ്ഡിതന്മാർ പറയും തൗഖീഫിയ, ഇബാദത്തുകൾ തൗഖീഫി എന്ന് പറഞ്ഞാൽ കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ നിർവഹിക്കേണ്ടത്. നമുക്കൊരാൾക്ക് തോന്നുന്നത് ഇന്നത് നല്ലത് ഇന്നത് ചീത്ത എന്ന് പറയാൻ ഒരു അധികാരമില്ല, ഒരവകാശവുമില്ല. ഏതെങ്കിലും കാര്യം നല്ലതാണ് എന്ന് ചെയ്യാൻ നമുക്ക് പാടുമില്ല. തൗഖീഫിയാണ്, തെളിവ് വന്നത് അനുസരിച്ച് മാത്രം നിർവഹിക്കുക, ഇതാണ്. അപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ സുന്നത്ത് ശാമിലത്തുൽ ലികുല്ലിദ്ദീൻ, ദീനിന്റെ എല്ലാ മേഖലയും ഉൾക്കൊള്ളിച്ച കാര്യങ്ങളാണ്. എന്തൊക്കെ വിശ്വസിക്കണം, എന്തൊക്കെ ഇബാദത്തായിട്ട് ചെയ്യണം, ഏതൊക്കെ നിങ്ങൾ ആദാബുകളും അഖ്ലാഖുകളും സ്വഭാവങ്ങളായിട്ട് സ്വീകരിക്കണം, മുസ്ലിമീങ്ങളുടെ സ്വഭാവം ഇന്നതാണ്, മുസ്ലിമീങ്ങളുടെ മര്യാദ ഇന്നതാണ്, ഇന്ന ഇടപാട് അനുവദനീയമായി, ഇന്നത് ഹറാമാണ്, ഇത് കാര്യങ്ങൾ പ്രത്യേകം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഴുവനും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അവിടുത്തെ സുന്നത്ത് വന്നത്. വഹിയൽ മുബയ്യനത്തു ലിൽ ഖുർആനിൽ അളീം, പരിശുദ്ധ ഖുർആനിനെ കൃത്യമായി വിവരിച്ച് തന്നതാണ് അവിടുത്തെ സുന്നത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അതുകൊണ്ട് തന്നെ വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യന ലിന്നാസി മാ നുസില ഇലൈഹിം വലഅല്ലഹും യതഫക്കറൂൻ. പ്രവാചകരെ, ഈ പരിശുദ്ധ ഖുർആൻ നമ്മൾ നിങ്ങളിലേക്കാണ് ഇറക്കി തന്നത്. അതിൽ അവരിലേക്ക് ഇറക്കപ്പെട്ടത് നിങ്ങൾ അവർക്ക് വിവരിച്ചു കൊടുക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഖുർആൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിന് അവിടുത്തെ സുന്നത്ത്, പ്രവാചകന്റെ സുന്നത്ത് അവലംബിക്കുന്ന നിർബന്ധമാണ്. ആ സുന്നത്തിൽ കൂടെയാണ് ഖുർആനിന്റെ ഓരോ കാര്യങ്ങളും ആയാത്തുകളും നിയമങ്ങളും അധ്യാപനങ്ങളും വിവരിക്കപ്പെട്ടിരിക്കുന്നത്. അത് പ്രവാചകൻ നമുക്ക് വിവരിച്ച് വിശദീകരിച്ച് പ്രവർത്തനത്തിൽ കൂടെ വാക്കുകളിൽ കൂടെ മുകളിൽ കേട്ടതുപോലെ അങ്ങനെ നമുക്ക് നൽകുകയും ചെയ്യാം. അത് ഒരാൾ സ്വീകരിക്കുമ്പോഴേ അവൻ യഥാർത്ഥ ദീനുള്ള ആള് ആവുകയുള്ളൂ. താനും പ്രവാചകൻ വുളു എടുത്തു, അങ്ങ് ശുദ്ധി വരുത്തി, എന്നിട്ട് പറഞ്ഞു ഹാദാ വുളൂഇ വവുളൂഉൽ അംബിയാഇ മിൻ ഖബ്ലി, ഇതാണ് അങ്ങ് ശുദ്ധി വരുത്തുന്ന രൂപം, ഞാൻ ചെയ്തു. ഇത് എന്റെ മുമ്പുള്ള പ്രവാചകന്മാരും ഇങ്ങനെയാണ് അങ്ങ് ശുദ്ധി വരുത്തി വുളു എടുത്തത്. അതുകൊണ്ട് ഫമൻ സാദ ഔ അൻഖസ ഫഖദ് അസാഅ വവലം, ഈ പറയുന്ന രൂപത്തിലേറെ ഒരാൾ കൂട്ടുകയോ ഒരാൾ കുറയ്ക്കുകയോ ചെയ്താൽ അവൻ അക്രമം കാണിച്ചു, തെറ്റ് ചെയ്തു. 3 പ്രാവശ്യമേ ഓരോ അവയവങ്ങളും ഒരാൾ കഴുകുകയാണെങ്കിൽ കഴുകേണ്ടത് ഏറി വന്നാൽ 3 പ്രാവശ്യം. ആ 3 പ്രാവശ്യത്തിനിലേറെ ഒരാൾ കൂടുതൽ ചെയ്താൽ ഫഖദ് അസാഅ വളമ വതഅദ്ദ, അങ്ങനെ ഹദീസിൽ വന്നിട്ടുണ്ട്. 3ൽ കൂടുതൽ, വസ്വാസിന്റെ പേരോ ശരിയായിട്ടില്ല എന്നുള്ള പേരോ കടലിന്റെ വക്കത്താണ് വെള്ളം ധാരാളം ഉണ്ട് എന്നുള്ള പേരോ ഏത് കാര്യമാണെങ്കിലും 3ൽ കൂടുതൽ ഒരാൾ ഈ പറയുന്ന അംഗശുദ്ധി വരുത്താൻ ഒരാൾ പോയാൽ 3 തെറ്റാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖദ് അസാ, അവൻ തെറ്റ് ചെയ്തു. വളമ, അവൻ അതിക്രമം കാണിച്ചു. വതഅദ്ദ, അവൻ പരിധി വിട്ടു. അവന് നിശ്ചയിച്ച പരിധി ഉണ്ട്, അല്ലാഹുവിന്റെ റസൂൽ വെച്ച പരിധി ഉണ്ട്, അതിന്റെ പുറത്തേക്ക് കടന്നു. ഇതേപോലെ പ്രവാചകൻ നിസ്കരിച്ചിട്ട് പറഞ്ഞു സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എപ്രകാരം നിസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടു അതേപോലെ നിസ്കരിക്കണം. അത് പഠിക്കണം, ആ സുന്നത്ത് പഠിച്ച് അത് സ്വീകരിക്കണം. കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഹജ്ജിന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദു അന്നി മനാസികകും, ഖുദു അന്നി മനാസിക, ഹജ്ജിന്റെ അമലുകൾ നിങ്ങൾ എൻ്റെ നിന്ന് കണ്ടു പഠിച്ച് കേട്ട് ചെയ്യുന്നു. സ്വഭാവത്തിന്റെ വിഷയങ്ങൾ വന്നപ്പോൾ പറഞ്ഞു ഇന്നമാ ബുഇസ്തു ലി ഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, ഏറ്റവും ഉത്തമമായ സ്വഭാവങ്ങൾ പൂർണ്ണമായ നിലക്ക് അതിന്റെ അളവോടെ ആ വിശേഷണങ്ങൾ, ആ സ്വഭാവങ്ങൾ അത് പൂർണ്ണമായി ആളുകൾക്ക് പഠിപ്പിച്ച് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ അയക്കപ്പെട്ടത്. വെറും ഒരു വിശ്വാസ ആദർശത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇബാദത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, സ്വഭാവത്തിന്റെ കാര്യത്തിൽ. വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ പ്രശംസിച്ചുകൊണ്ട് നിങ്ങൾ ഏറ്റവും ഉത്തമമായ സ്വഭാവത്തിന്, ഒരാൾ സൽ സ്വഭാവത്തിന്റെ ആളാവണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പ്രവാചകന്റെ സുന്നത്ത് പഠിക്കണം. എങ്ങനെയായിരുന്നു ഓരോ കാര്യങ്ങളിലും ഓരോ സമയത്തും, എപ്പോഴും ചൊരിക്കുന്ന ഒരാളോ എന്ത് കണ്ടാലും എതിർക്കാത്ത ഒരാളോ അങ്ങനെയൊന്നല്ല. ചില ആളുകൾ പറയുന്നുണ്ട് പ്രവാചകൻ എപ്പോഴും പുഞ്ചിരിന്റെ ആളേനും, പ്രവാചകന് ദേഷ്യമുള്ള സമയത്ത് ആ മുഖത്തേക്ക് നോക്കാൻ ഞങ്ങൾക്ക് കഴിയലില്ലായിരുന്നു. സഹാബികൾ പറഞ്ഞ സംഭവങ്ങളുണ്ട്. ദേഷ്യമുള്ള സമയത്ത് അവിടുത്തെ മുനാഫിക്കീങ്ങളായ ആളുകളോട് പരുഷമായി സംസാരിക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ച ആയത്തുകളുണ്ട്. അപ്പോ സൽസ്വഭാവം ആ കാര്യത്തിൽ പ്രവാചകന്റെ സുന്നത്താണ്. മദീനയിൽ ചെന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ അവിടുത്തെ സഹാബികളോട് ചെന്ന ഉടനെ പറഞ്ഞു യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, അഫ്ഷുസ്സലാം, നിങ്ങൾ എല്ലാവരും സലാമിനെ പരത്തി. മുസ്ലിമീങ്ങളായ, അന്ന് മുസ്ലിമീങ്ങളാണുള്ളത്, മിനീങ്ങളാണുള്ളത്, എല്ലാവർക്കും നിങ്ങൾ സലാം പറയും. വഅത്ഇമുത്ത്ആം, പാവങ്ങളായ ആവശ്യക്കാരായ ആളുകൾക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കി. അത്യാവശ്യക്കാരായ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കി. മനുഷ്യന്മാരോടുള്ള ഏറ്റവും വലിയ ചാരിറ്റി, ഇതിലേറെ വലിയ ചാരിറ്റി എന്താണ് ആളുകൾ ചെയ്യുന്നത്? ആവശ്യക്കാരായ ആളുകൾക്ക്, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കി. വസല്ലു ബില്ലൈലി വന്നാസു നിയാം, രാത്രി സമയത്ത് ആളുകളൊക്കെ ശരിക്ക് കടന്നിറങ്ങുന്ന സമയത്ത് എണീറ്റ് നിന്ന് നിങ്ങൾ നിസ്കരിക്കി. ദാനധർമ്മം ഒരു ഭാഗത്തിൽ കൂടെ പറഞ്ഞു, മനുഷ്യരോടുള്ള ഇടപാട് മറ്റൊരു ഭാഗത്തിൽ കൂടെ പറഞ്ഞു. അള്ളാഹുവിനുള്ള ഹക്ക് കൃത്യമായി പാലിക്കാൻ വേണ്ടിയിട്ട് ആളുകളൊക്കെ സുന്ദരമായി കടന്നിറങ്ങുമ്പോൾ നിങ്ങൾ എണീറ്റ് നിന്ന് നിസ്കരിക്കി. അള്ളാഹുവിനുള്ള ഹക്ക് പ്രവാചകൻ പഠിപ്പിച്ചു. സകല മേഖലകളും പ്രവാചകൻ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പറഞ്ഞത് തദ്ഖുലു ജന്നത റബ്ബിക്കും ബിസലാം, അള്ളാഹുവിന്റെ നിങ്ങളുടെ റബ്ബിന്റെ സ്വർഗത്തിൽ സമാധാനത്തോടുകൂടെ നിങ്ങൾക്ക് ചെന്ന് കടക്കാൻ കഴിയും. ഇത് പറഞ്ഞു. ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ളൊരു ഹദീസ്, അദ്ദേഹം തവാഫ് ചെയ്യാൻ വേണ്ടി കഅബ ഷരീഫിന്റെ അടുത്ത് ചെന്നു, ഉമർ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഹജറുൽ അസ്വദിന് അദ്ദേഹം മുത്തുകയും ചെയ്തു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയാകുന്ന സമയത്ത് കഅബ ഷരീഫിന്റെ അടുത്ത് തവാഫ് ചെയ്യാൻ വേണ്ടി ചെന്നിട്ട് ഏറ്റവും ആദ്യത്തെ
തവാഫിന്റെ തുടക്കത്തിൽ ഹജറുൽ അസ്വദിനെ അദ്ദേഹം മുത്തി. അങ്ങനെ മുത്തിക്കൊണ്ട് അദ്ദേഹം അവിടുന്ന് പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹു ചെയ്യുന്നത് കാണാനും കേൾക്കാനും ധാരാളം ആളുകൾ ഉള്ള ആ സദസ്സിൽ വെച്ച്, ആ സമയത്ത് സ്ഥലത്ത്, വല്ലാഹി ഇന്നി ലഅലമു അന്നക ഹജറുൻ ലാ തദുറു വലാ തൻഫ, അല്ലാഹുവാണ് സത്യം, എനിക്ക് കൃത്യമായിട്ട് അറിയാം നീ ഒരു കല്ലാണ്, ഒരു ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ എനിക്ക് കഴിയൂല. തൗഹീദിന്റെ ഏറ്റവും കൃത്യമായ അധ്യാപനങ്ങൾ, തൗഹീദിന്റെ ഏറ്റവും കൃത്യമായ പാഠങ്ങൾ, നീ ഒരു കല്ലാണ്, ഒരു ഉപകാരവും ഒരു ഉപദ്രവവും എനിക്ക് ചെയ്യാൻ കഴിയൂല, എനിക്കത് കൃത്യമായിട്ടറിയാം. വലൗല അന്നി റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലു കമാ ഖബ്ബൽതുക, അല്ലാഹുവിന്റെ റസൂൽ നിന്നെ മുത്തുന്നത് ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ നിന്നെ മുത്തൂലായിരുന്നു. ഈ പോലെയാണ് മഹാന്മാരായ ഖുലഫാഉർ റാഷിദുകളും സഹാബത്തുകളും റസൂലിന്റെ സുന്നത്തിനെ പിൻപറ്റിയത്. അതല്ലാതെ വേറെ ഒരു ലക്ഷ്യമില്ല ഈ കാര്യത്തിൽ. അള്ളാഹുവിന്റെ റസൂല് ചെയ്തത് കണ്ടു, അത് അതേപോലെ ഞാനും പാലിച്ചു, അതിലൊരു വ്യത്യാസമില്ലാതെ. മറ്റൊരു സമയത്ത് മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് കാബ ഷരീഫിന്റെ അടുത്ത് മക്കയിൽ വന്നിട്ട് കാബൻ തവാഫ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം കാബൻ തവാഫ് ചെയ്യുന്ന സമയത്ത് കാബയുടെ 4 മൂലയിലും മുത്താനും തുടങ്ങി. തവാഫിന്റെ ഓരോ സമയത്തും ഹജറുൽ അസ്വദ് മുത്തി, റുക്നുൽ യമാനി മുത്തി, മറ്റുള്ള 2 മൂലകളിലും ചെന്ന് മുത്താൻ തുടങ്ങി. അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം ഖലീഫയായ മുആവിയയിൽ ഈ രംഗം കണ്ടപ്പോൾ പറഞ്ഞു, 2 മൂലയിലെ ഹജറുൽ അസ്വദിനെ മുത്തും ചെയ്യുക, റുക്നുൽ യമാനിനെ തൊട്ട് മുത്തും ചെയ്യുക, ഇതാണ് സുന്നത്ത്. മുആവിയ റളിയല്ലാഹു അൻഹു ഖലീഫയാണ്, ഭരണാധികാരിയാണ്. അദ്ദേഹത്തിന്റെ ഹൈബത്തോടുകൂടെ ഗാംഭീര്യത്തോടെ പറഞ്ഞു, കഅബയുടെ ഒരു മൂലയും ഒഴിവാക്കേണ്ടതില്ല, ഒക്കെ ബഹുമാനമുള്ളതാണ്, ആദരവുള്ളതാണ്. അപ്പൊ അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ ഈ 2 മൂല മുത്തുന്നതേ ഞാൻ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞു. മുആവിയ റളിയല്ലാഹു അൻഹു അവിടെ നിന്നു, മറ്റുള്ള 2 അദ്ദേഹം ആ സ്പോട്ടിൽ ആ സ്ഥലത്ത് വെച്ച് ഒഴിവാക്കി. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു എന്ന് പറഞ്ഞാൽ, അവിടെ നിന്നുള്ള അധ്യാപനം സുന്നത്തുതാണെന്ന് പറഞ്ഞാൽ, പിന്നെ അത് ഖത്തുൻ അഹ്മർ എന്ന അറബി ഇത് പറയുകയാണെങ്കിൽ ചുവന്ന വരയാണ്, അതിന്റെ അപ്പുറത്തേക്ക് പിന്നെ അവർ കടക്കലില്ലായിരുന്നു. ഇന്ന് കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിന്റെ ഹദീസ് ഇതാണ്, സുന്നത്ത് ഇതാണെന്ന് പറഞ്ഞ മുസ്ലിമീങ്ങളിൽപ്പെട്ട പല ആളുകളും അതിന് യാതൊരു വിലയും നിലയും കൊടുക്കാത്ത അവസ്ഥയിലുമാണ്. അതിന്റെ അപകടങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും പലരും അനുഭവിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ഷെയ്ഖ് ഹഫിളഹുല്ലാഹ് അവിടെ വിശദീകരിച്ചുകൊണ്ട് പറയാണ്, വല്ലാഹു സുബ്ഹാനഹു വതആല അമറനാ ബിത്തിബാഇർ റസൂലി വതആതിഹി വമുവാലാതിഹി വമഹബ്ബതി, അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകനെ പിന്തുടരണം, റസൂലിനെ അനുസരിക്കണം, ആ റസൂലിനെ സ്നേഹിക്കണം, സഹായിക്കണം എന്നൊക്കെ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. വഅൻ യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈനാ മിമ്മാ സിവാഹുമ, അല്ലാഹും അവന്റെ റസൂലും നമുക്ക് ഏറ്റവും പ്രിയമുള്ളതായിരിക്കണം, അല്ലാഹുവിനെ കഴിച്ച് റസൂലിനെ കഴിച്ച് മറ്റുള്ളവരെക്കുള്ള അപേക്ഷ. ആ റസൂലിനെ വളമിന ലനാ ബിതആതിഹി മഹബ്ബതിഹി മഹബ്ബത്തുല്ലാഹി വകറാമതി, റസൂലിനെ സ്നേഹിച്ചു, റസൂലിന് വഴിപ്പെട്ടാൽ അള്ളാഹു നമുക്ക് വാരണ്ടി നൽകാൻ, അള്ളാഹു നമുക്ക് നൽകുക എന്ന് വാക്ക് നൽകി, അവൻ നമ്മളെ സ്നേഹിക്കും എന്നുള്ളത്. റസൂലിനെ ഒരാൾ അനുസരിച്ചു, റസൂലിനോട് പിന്തുടർന്നു, ആ റസൂലിനെ ഒരാൾ സ്നേഹിച്ചാൽ അള്ളാഹു ഈ വ്യക്തിയെ സ്നേഹിക്കുമെന്ന് അവൻ വാക്ക് തന്നു. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി, നിങ്ങൾക്ക് അള്ളാഹുവിനോട് സ്നേഹമുണ്ടെങ്കിൽ എന്നോട് പിൻപറ്റി, എന്നാൽ യുഹ്ബിബുക്കുമുല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും, നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടണം, പാപങ്ങൾ പുറത്തു തരണം. അതിലുള്ള ഏറ്റവും വലിയ വഴി അള്ളാഹു നമുക്ക് ഈ ആയത്തിൽ കൂടെ പറഞ്ഞു തന്നത് അതാണ്. ഇങ്ങനെ ഖുർആനിൽ, പരിശുദ്ധ ഖുർആനിൽ ധാരാളമുണ്ട്. ചുരുക്കത്തിൽ ഒരാള് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അല്ലാതെ ആരാധനക്കർഹൻ മറ്റൊന്നുമില്ല എന്ന് സാക്ഷ്യം വഹിച്ചു. ദീനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ തറ എന്ന് പറയാൻ പറ്റുന്ന ഭാഗം. വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി നമുക്ക് ശറഅാക്കി പഠിപ്പിച്ചു തന്നതനുസരിച്ചല്ലാതെ ഇബാദത്ത് ചെയ്യാൻ പാടില്ല. ദീനുൽ ഇസ്ലാമിന്റെ മറ്റേ 2ാമത്തെ ഭാഗം, പ്രധാനപ്പെട്ട ഭാഗം. അപ്പൊ റസൂലിനോട് പിൻപറ്റാതെ ഇത്തിബാ ചെയ്യാതെ ഒരാൾക്ക് അവന്റെ ദീന് ശരിയാക്കി പൂർത്തിയാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയില്ല. ശുദ്ധമായ ഹദീസ്, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെങ്കിലും ഒരാൾ ദീനാണ് ഇബാദത്താണ് എന്ന് കരുതിയ ഒരു കാര്യം ചെയ്തു, പ്രവാചകന്റെ കൽപ്പനയില്ലാതെ ചെയ്താൽ അത് തള്ളപ്പെടുന്നതാണ്. അള്ളാഹു സ്വീകരിക്കൂല വ്യക്തിയിൽ നിന്ന്. അവനതിന് പ്രതിഫലം കിട്ടുന്നതിന് പകരം ശിക്ഷയാണ് അവന് ലഭിക്കാൻ പോകുന്നത്. ആദരവും ബഹുമാനം ലഭിക്കുന്നതിന് പകരം അള്ളാഹുവിന്റെ വെറുപ്പും ദേഷ്യവും കോപവുമാണ് ബിദ്അത്ത് ചെയ്യുന്ന ആളുകൾക്ക്. ഇബ്നു അബ്ദുൽ ബർ റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് സഹിഹായ ഹദീസാണ്. ആ പറഞ്ഞ ഹദീസിൽ വയദ്ഖുലു ഫീ ഹാദാ അൽ മഅന, ഈ പറഞ്ഞ ഹദീസിന്റെ ആശയത്തിൽ കടക്കും അസ്സലാഹു, നന്മ എന്ന ആളുകൾ പറയുന്ന എല്ലാ കാര്യങ്ങളും, വൽ ഖൈറു കുല്ലുഹു, അതിന്റെ അർത്ഥമായ നന്മ, അതേപോലെ തന്നെ ദീനിന്റെ എല്ലാ ഭാഗങ്ങളും, ശ്രേഷ്ഠതയായിട്ട് ആളുകൾ കാണുന്ന ബഹുമാന ആദരവിന്റെ പേരിലൊക്കെ കാണുന്ന മനുഷ്യത്വം എന്ന് പറയുന്ന
മറ്റുള്ളവർക്ക് നന്മ ചെയ്യൽ, നീതി കാണിക്കൽ, ഇതൊക്കെ അള്ളാഹുവിന്റെ റസൂല് കൊണ്ടുവന്ന ആ സുന്നത്തിൽ അധ്യാപനങ്ങളിൽപ്പെട്ടതാണ്. ആ റസൂല് കൊണ്ടുവന്ന് പഠിപ്പിക്കാത്ത വേറെ ഏതെങ്കിലും ഒരു കാര്യം നല്ലതാണ്, ദീനാണ് എന്ന് ആരെങ്കിലും കൊണ്ടുവന്ന് പറഞ്ഞു, അത് തള്ളപ്പെടുന്നത്. ആ പ്രവാചകൻ കൊണ്ടുവന്ന് നമുക്ക് പഠിപ്പിച്ചു തന്ന മറ്റൊരായത്ത് സൂറത്തു നഹലിലുള്ള ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഇതാഇ ദിൽ ഖുർബ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഅിദുകും ലഅല്ലകും തദക്കറൂൻ. അല്ലാഹു നീതി കൊണ്ട് കൽപ്പിക്കുന്നു, അതേപോലെ തന്നെ നന്മ അർഹിക്കുന്ന എല്ലാവരോടും നന്മ ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുന്നു. കുടുംബങ്ങൾക്കും മറ്റും നമ്മൾക്ക് അള്ളാഹു നൽകിയതിൽ നിന്ന് അവർക്ക് നൽകാൻ വേണ്ടി കൽപ്പിക്കുന്നു. നിഷിദ്ധമായ, മ്ലേച്ഛമായ, നീചമായ കാര്യങ്ങൾ മുഴുവനും അള്ളാഹു വിരോധിക്കുന്നു. നിങ്ങൾക്ക് അള്ളാഹു ഉപദേശിക്കാണ് കാര്യങ്ങൾ ഉത്ബുദ്ധരായി ഉറ്റാലോചിച്ച് ചിന്തിച്ച് നല്ല വ്യക്തികളായി നിങ്ങൾ ജീവിക്കാൻ വേണ്ടി. നല്ലത് എന്ന് പറയുന്ന, നീതി എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആയത്ത് ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതാണ്. ആ ആയത്തൊരാൾ ശരിക്കും പഠിച്ച് ജീവിതത്തിൽ പകർത്തിയാൽ അവനിൽ നിന്ന് മറ്റുള്ളവർക്കൊരു ഉപദ്രവോ ദുൽമോ അതിക്രമോ അതല്ലാന്നുണ്ടെങ്കിൽ അനീതിയോ ഒന്നും തന്നെ ഉണ്ടാകാത്ത നിലക്ക് ആ വ്യക്തിക്ക് മാറാനും കഴിയും. ഇതിലേറെ വലിയ നീതിയോ ഇതിലേറെ വലിയ നന്മയോ മനുഷ്യത്വോ അത് പഠിപ്പിക്കുന്ന മറ്റ് ഏതെങ്കിലും ഗ്രന്ഥങ്ങളോ ഏതെങ്കിലും ആശയങ്ങളോ ആദർശങ്ങളോ കാണാൻ കഴിയുകയില്ല നമുക്ക്. ചില കാര്യങ്ങളിൽ നല്ലതുണ്ടാകും, മറ്റ് മറുവശത്ത് നോക്കിയാൽ ഒരുപാട് വീഴ്ചകളും ഒരുപാട് പോരായ്മകളും. ഇന്ന് ലോകത്ത് ഈ പറയുന്ന സംവിധാനങ്ങൾക്ക് എഴുതി രേഖപ്പെടുത്തി വെച്ച ആളുകൾ അവർ അഭിമുഖീകരിക്കുന്ന ഓരോ വിഷയങ്ങളിലും അതിന് പരിഹാരം, അതിൽ മാറ്റത്തിരുത്തലുകൾ, അതിൽ അവർക്ക് സംശയങ്ങൾ ഇന്നും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ വാർത്താമാധ്യമങ്ങളിൽ കൂടെ ദിവസം പലപ്പോഴും കാണുന്നതാണ്. മറ്റൊരു കാര്യം, പ്രവാചകന്റെ സുന്നത്ത് ആളുകൾ പിന്തുടരാൻ തയ്യാറാവുകയാണ് എന്നുണ്ടെങ്കിൽ അസ്സമറത്തു അസ്സാബിയാത്തു ഇന്ന ഫീ ഇത്തിബാഇക ലഹ, പ്രവാചകന്റെ സുന്നത്ത് ഒരാൾ പിൻപറ്റാൻ തയ്യാറായാൽ റഫഉൻ ലിസിമത്തി അസ്ദുല്ലി വൽ ഹവാനി അനിൽ ഉമ്മ, മുസ്ലിം ഉമ്മത്ത് അകപ്പെട്ടുകൊണ്ട് കിടക്കുന്ന അവർക്കുള്ള ഈ നിന്ദ്യതയും മറ്റുള്ള സമുദായങ്ങളുടെ ഇടയിലുള്ള ഈ അവഹേളനവും ഈ പറയുന്ന നിസ്സഹായതയും അത് ഒഴിവാക്കി കിട്ടും പ്രവാചകന്റെ സുന്നത്ത് പിൻപറ്റാൻ തയ്യാറായാൽ. ഒരു വ്യക്തി അതിന് തയ്യാറായാൽ അവന് ലഭിക്കും. ഒരു വീട്ടുകാരോ ഒരു നാട്ടുകാരോ ഒരു രാജ്യക്കാരോ അവർ പ്രവാചകന്റെ സുന്നത്ത് അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തയ്യാറായാൽ നിന്ദ്യതയിൽ നിന്ന്, അവഹേളനത്തിൽ നിന്ന്, അധകൃതയിൽ നിന്ന് അവർക്ക് ഉയർച്ച കിട്ടും, ലഭിക്കും. പ്രവാചകന്റെ സഹാബികളാണ് അതിന് ഏറ്റവും നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്നവർ. ലോകത്തുണ്ടായിരുന്ന ആളുകൾ തിരിഞ്ഞു നോക്കാത്ത സമൂഹമായിരുന്ന അറബികൾ, സംസ്കാരം എന്ന് പറയുന്ന, സ്വഭാവം എന്ന് പറയുന്ന, നന്മ എന്ന് പറയുന്ന ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലായിരുന്നു. അവർ ഏറ്റവും വലിയ ഉത്തമരായ സ്ഥാനത്തേക്ക് ഉയർന്നു വന്നത് ഈ പ്രവാചകന്റെ സുന്നത്ത് പിൻപറ്റിയത് കൊണ്ടാണ്. ഷെയ്ഖ് ഹഫിളഹുള്ള പറയാണ്, വദാലിക്, എന്താണ് അതിന് കാരണം? സുന്നത്ത് പിൻപറ്റിയാൽ അവർക്ക് നിന്ദ്യതയിൽ നിന്ന്, അവഹേളനത്തിൽ നിന്ന് ഉയർച്ച കിട്ടും, അത് ഒഴിവായി കിട്ടും. ലിഅന്ന സുന്നത ഹിയ ദീൻ, പ്രവാചകന്റെ സുന്നത്ത് എന്ന് പറയുന്നത് അത് ദീനാണ്. വതർക്കുദ്ദീനി സബബുൽ ലിദുല്ലി വൽ ഹവാൻ, അള്ളാഹുവിന്റെ അധ്യാപനങ്ങൾ, നിയമങ്ങൾ, അവന്റെ ദീൻ ഒഴിവാക്കുക എന്ന് പറയുന്നത് നിന്ദ്യതയും അവഹേളനങ്ങളും വരാനുള്ള കാരണമാണ്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മുസ്നദിൽ മറ്റുള്ള പണ്ഡിതന്മാർ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു ഹദീസിൽ പറഞ്ഞു, ഖാല സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, ഇദാ തബായഅതും ബിൽ ഇയന, ഇയനത്ത് എന്ന് പറയുന്ന ഒരു കച്ചവടത്തിന്റെ രീതിയുണ്ട്. പണ്ഡിതന്മാരത് വിശദീകരിക്കല്, ഒരാൾക്ക് കുറച്ച് കാശിന് ആവശ്യമുണ്ട്. അപ്പോൾ കാശിന് ആവശ്യമുള്ള ഈ വ്യക്തി, ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാറിന്റെ കച്ചവടക്കാരാണെങ്കിൽ ആ കച്ചവടക്കാരന്റെ ഷോറൂമിൽ ചെന്നു. ഇദ്ദേഹത്തിന് കാറല്ല ആവശ്യം, കാശാണ് ആവശ്യം. അവിടുന്ന് പറയാണ്, എനിക്ക് നിങ്ങൾ 2 ലക്ഷത്തിന് ഒരു കാറ് എനിക്ക് നിങ്ങൾ തരി. എന്നിട്ട് ആ കാറ് ആ ഷോറൂമിൽ നിന്ന് പുറത്തിറക്കുന്നതിന്റെ മുമ്പ് ഞാനത് വാങ്ങി രേഖയ്ക്ക് എഴുതി കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കിയതിന്റെ ശേഷം ഈ 2 ലക്ഷത്തിന് വാങ്ങിയ കാറ് അദ്ദേഹം അങ്ങോട്ട് തിരിച്ച് കൊടുക്കാണ്. 1.5 ലക്ഷം കാശ് തന്നാൽ ആ കാറ് തിരിച്ച് മറ്റാളെന്നെ വാങ്ങി. ആ കാശ്, ഈ വന്ന കടത്തിന് കാശിന് ആവശ്യമുള്ള വ്യക്തി 1.5 ലക്ഷം അയാളെ കയ്യിൽ നിന്ന് വാങ്ങി. ഇയാൾക്ക് ആ സ്പോട്ടിൽ വെച്ച് 1.5 ലക്ഷം കിട്ടി. അങ്ങനെ 2 മാസമോ 4 മാസമോ 5 മാസമോ 1 വർഷമോ കഴിയുമ്പോൾ 2 ലക്ഷത്തിന്റെ ഈ പറയുന്ന 2 ലക്ഷം പൂർത്തിയായിട്ട് കാറിന്റെ കച്ചവടക്കാരന് കൊടുക്കും വേണം. അപ്പൊ 50,000 ഈ മനുഷ്യന് നഷ്ടം വന്നു. അദ്ദേഹത്തിന് ആ സ്പോട്ടിൽ കാശ് കിട്ടി. കാര്യങ്ങൾ ക്ലിയർ ആണ്. 2 ലക്ഷത്തിന് കാറ് അതിന്റെ വില ഇട്ടു. ഇദ്ദേഹം ആ കാറ് വാങ്ങിയെന്ന് രേഖയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. അതിന്റെ ശേഷം 1.5 ലക്ഷം കാർ തിരിച്ച് കാറിന്റെ ഷോറൂമിലേക്കാണ് അദ്ദേഹം തിരിച്ചു വാങ്ങി. 1.5 ലക്ഷത്തിന് തിരിച്ചു വാങ്ങി 1.5 ലക്ഷം ഇയാൾക്ക് കൊടുത്തു.
1 വർഷമോ 6 മാസമോ 8 മാസമോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് 2 ലക്ഷം തിരിച്ചു കൊടുക്കണം. അദ്ദേഹത്തിന് 1.5 ലക്ഷം കിട്ടിയിട്ടുള്ളൂ. ഈ പറയുന്ന കച്ചവടം ഇന്നും ഈ രൂപത്തിലും ഇതല്ലാത്ത മറ്റ് പല രൂപത്തിലും കച്ചവടങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ അറിഞ്ഞുകൊണ്ട് പലിശ എന്ന് പറയുന്നത് പരസ്യമാക്കാതെ അതിൻ്റെ പല രൂപങ്ങളും അതിലുണ്ട് താനും. അന്ന് അവരുടെ കാലഘട്ടത്തിൽ ആളുകൾ ചെയ്തിരുന്ന തെറ്റായ ഒരു കച്ചവടമായിരുന്നു അയ്യനത്തി എന്ന് പറയുന്നത്. ഉൽപ്പന്നം അത് ആ സ്പോട്ടിൽ നിന്ന് സ്ഥലത്തിൽ നിന്ന് പോകാതെ അതിൻ്റെ പേരിലുള്ള ലാഭങ്ങളും നഷ്ടങ്ങളുമാണ് അതിലുണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഈ പേരതിന് വന്നത്. അങ്ങനത്തെ കച്ചവടം ആളുകൾ ചെയ്തു. അഥവാ നിഷിദ്ധമായ നിലക്കുള്ള സ്വത്ത് സമ്പാദിക്കുന്ന രീതികളും ഇടപാടുകളും പലിശയും അതുപോലത്തെ ഹറാമായ നിലക്ക് ആളുകൾ സമ്പാദിക്കാൻ തുടങ്ങി. നിങ്ങൾ മുസ്ലിമീങ്ങൾ അഖദുതും ബി അദ്നാബിൽ ബഖരി എന്ന് പറഞ്ഞാൽ പശുക്കളുടെ വാലുകളെ പിടിച്ചു പോകുക എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യുന്ന ആളുകൾ പഴയ കാലത്തൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഭൂമി ഒഴുതുന്ന സമയത്ത് 2 കാളകൾ മുന്നിലുണ്ടാകും, ഒരു ഉപകരണം ഉണ്ടാകും, അതിമ പിടിക്കും. വേഗത്തിൽ പോകാൻ വേണ്ടി ആ പശുക്കളുടെ വാലുകളൊക്കെ പിടിച്ച് വേദനിപ്പിച്ച് അതിനെ ഓട്ടുന്ന ആ പറയുന്ന രീതിയാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൃഷിയിലും അതേപോലെ തന്നെ ഭൗതികമായ കാര്യങ്ങളിൽ താല്പര്യം കാണിച്ചു, ദീനെ നിങ്ങൾ വിസ്മരിച്ചാൽ. വറദീതും ബിസ്സറൈ കൃഷി കൊണ്ട് തൃപ്തിപ്പെട്ടു. വതറക്തുമുൽ ജിഹാദ് അള്ളാഹിന്റെ മാർഗത്തിലുള്ള യുദ്ധം വെറും ആയുധം കൊണ്ട് മാത്രമല്ല, ഇൽമിയായിട്ടുള്ള യുദ്ധമുണ്ട്, ദഅവത്തിന്റെ യുദ്ധമുണ്ട്. ആയുധം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം കാര്യങ്ങളുള്ള സമയത്ത് അതുണ്ട്. അങ്ങനത്തെ ആ പറയുന്ന സമരമുറകൾ നിങ്ങൾ ഒഴിവാക്കിയാൽ സല്ലല്ലാഹു അലൈക്കും ദുല്ലൻ അള്ളാഹു നിങ്ങളുടെ മേൽ നിന്യത, അതിനെ നിങ്ങളുടെ മേൽ ആ ആധിപത്യം, ആ നിന്യത നിങ്ങളുടെ മേൽ ആധിപത്യം പുലർത്തും. ലാ യൻസിഉഹു ഹത്താ തർജിഉ ഇലാ ദീനിക്കും നിങ്ങളുടെ ദീനിലേക്ക് മടങ്ങാത്ത കാലത്തോളം ആ പറയുന്ന നിന്യതയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയൂല. അള്ളാഹു അത് ഒഴിവാക്കുകയില്ല. മറ്റൊരു ഹദീസിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ അൽബാനി റഹിമഹുല്ലാഹ് സഹീഹാണ് എന്ന് പറഞ്ഞ പ്രവാചകൻ പറഞ്ഞു, ബുഇസ്തു ബൈന യദൈ സാഅ ഖിയാമത്ത് നാളിന്റെ മുന്നിലാണ് അള്ളാഹു എന്നെ പ്രവാചകനായി അയച്ചത്. അവസാനത്തെ പ്രവാചകൻ എന്നർത്ഥം. ബിസ്സൈഫി വാളുകൊണ്ട് എന്ന് പറഞ്ഞ ആളുകളോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയുള്ള കൽപ്പനയോടുകൂടെയാണ് പ്രവാചകൻ അയച്ചിട്ടുള്ളത്. ഹത്താ യുഅബദല്ലാഹു വഹ്ദ അള്ളാഹുവിനെ മാത്രം ആരാധിക്കപ്പെടാൻ വേണ്ടി അള്ളാഹുവിനെ ആരാധിക്കാനുള്ള നിർബന്ധമായ കൽപ്പനയോടുകൂടെ. ഉമിർതു അൻ ഉഖാതിലന്നാസ ഹത്താ യഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ആളുകളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി എന്നോട് കൽപ്പനയുണ്ട്, അവര് അള്ളാഹുവിന്റെ ദീനിൽ പ്രവേശിക്കുന്നത് വരെ എന്ന് പറഞ്ഞുകൊണ്ട്. ബുഇസ്തു ബൈന യദൈ സാഅതി ബിസ്സൈഫ് ഹത്താ യുഅബദല്ലാഹ തആല വഹ്ദഹു ലാ ശരീക ലഹു. എന്നിട്ട് ആ ഹദീസിന്റെ അവസാനത്തിൽ പറഞ്ഞു, വജുഇല റിസ്ഖി തഹ്ത ളില്ലി റുംഹി എന്റെ വിഭവങ്ങൾ റിസ്ഖ് എന്റെ കുന്തത്തിന്റെ താഴെയാണ് എന്ന് പറഞ്ഞാൽ ശത്രുക്കളോട് യുദ്ധം ചെയ്ത് ഗനീമത്ത് മുതൽ ലഭിച്ചാൽ എനിക്കത് അനുവദനീയമാണ് എന്നുള്ളതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്. വീണ്ടും തുടർന്നുകൊണ്ട് പറഞ്ഞു, വജുഇല അസ്ദുല്ലു വസ്സഗാറു അലാ മൻ ഖാലഫ അംരി നിന്യത, അവഹേളനം, ഈ അവസ്ഥ എന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച ആളുകളുടെ മേൽ അള്ളാഹു അതിന്റെ ആധിപത്യം നൽകിയിട്ടുണ്ട്. എന്റെ കൽപ്പന അതിന് വിരുദ്ധമായി ആര് പ്രവർത്തിക്കുന്നോ അവർക്ക് നിന്യതയാണ്, അവർക്ക് വില കുറഞ്ഞ അവസ്ഥയാണ്, അവഹേളനമായിരിക്കും. ഈ ഹദീസുകളിൽ കൂടെയൊക്കെ ശക്തമായ താക്കീതുണ്ട്. അതുകൊണ്ട് പ്രവാചകന്റെ സുന്നത്തിലേക്ക് ആളുകൾ മടങ്ങി വരാൻ തയ്യാറായാൽ അവിടുന്ന് കൊണ്ടുവന്ന ആ ദീനിലേക്ക് ഹത്താ തുർജിഉ ഇലാ ദീനിക്കും. ദീനി എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന സുന്നത്തന്നെ, അതന്നെ ദീൻ. ആ ദീനിലേക്ക് ആളുകൾ മടങ്ങാത്ത കാലത്തോളം അവഹേളനവും നിന്യതയും ആളുകൾക്കുണ്ടാകും. നേരെ മറിച്ച് പ്രവാചകന്റെ സുന്നത്തിലേക്ക് ആളുകൾ മടങ്ങിയാൽ തുടക്കത്തിൽ ഒരു പക്ഷേ പേടിപ്പെടുത്തലുകളും ഭീഷണികളും വിമർശനങ്ങളുണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഈ ലോകത്ത് ആധിപത്യവും അവർക്ക് ഈ ലോകത്ത് പ്രതാപവും സമാധാനവും സുരക്ഷയും അവൻ വാഗ്ദാനം ചെയ്തതാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുക തന്നെ ചെയ്യും. ഈ പറയുന്ന പ്രവാചകന്റെ സുന്നത്തിലേക്ക് ദീനിലേക്ക് ആളുകൾ മടങ്ങാൻ തയ്യാറായാൽ. ഇത് വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖ് ഹഫിളഹുല്ലാ കുറച്ച് കാര്യങ്ങൾ കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഏറ്റവും അവസാന ഭാഗത്തിൽ പറഞ്ഞത് ഇതൻ അതുകൊണ്ട് മിൻ സമറാത്തി ഇത്തിബാഇ സുന്നത്തി പ്രവാചകന്റെ സുന്നത്ത് പിൻപറ്റുന്നതിന്റെ ഫലം, വമിൻ ഫളി ഇത്തിബാഇ സുന്ന പ്രവാചകന്റെ സുന്നത്തിനോട് പിൻപറ്റുന്നതിന്റെ ശ്രേഷ്ഠത, അന്ന ഫിഹാ റഫഉ സിമത്തി ദുല്ലി വൽ ഹവാനി അനിൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങൾ എന്നുള്ള ഈ നിന്യതയും അവഹേളനും അത് ഒഴിഞ്ഞു കിട്ടും എന്നുള്ളതാ. സിറിയ അഖി അലൽ ജാദ്ദ ആ പണ്ഡിതൻ നമുക്ക് നസീഹത്തായി പറയാണ്, വളരെ ശ്രദ്ധയോടെ വളരെ ഉന്മേഷത്തോടെ വളരെ കരുത്തോടെ അള്ളാഹുവിന്റെ ഈ ദീന് പ്രവാചകന്റെ സുന്നത്ത് മുറുകെ പിടിച്ചുകൊണ്ട് നീ മുന്നോട്ട് പോ സഹോദര. ഇഹ്രിസ് അലാ അൻ തുഖീമ ഇബാദത്തല്ലാഹി വ തഹഖഖഹ അള്ളാഹുവിന്റെ ഇബാദത്ത് തൗഹീദ് കൃത്യമായി ചെയ്യാൻ നീ ഹിർസ് കാണിക്കേ. വസിഫ് നീ ശരിക്കും വിശ്വസിച്ചോ ഉറപ്പിച്ചോ, അന്നക ഇദാ മാ മശൈത അലാ ഹാദാ
അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് മുറുകെ പിടിച്ച് ദീന് കൃത്യമായി, തൗഹീദ് കൃത്യമായി, സുന്നത്ത് കൃത്യമായി നീ പോകുന്ന പക്ഷം ഫസലഹ്ത നഫ്സക, നിന്റെ ശരീരത്തിനെ നന്നാക്കി, വഅസ്ലഹത അഹ്ലക, നിന്റെ കുടുംബത്തിനെ നന്നാക്കി, വസലാഹുൻ നഫ്സി സലാഹുൽ ഉസ്ര, ഒരു വ്യക്തി നന്നാകുമ്പോൾ അവൻ കാരണം അവന്റെ കുടുംബം നന്നാകും. വസലാഹുൽ ഉസ്രത്തി സലാഹുൽ മുജ്തമ, ഒരു കുടുംബം നന്നായി അവരിൽ നിന്ന് മാതൃകയാക്കി ഒരു സമൂഹത്തിന് നന്നാകാൻ കഴിയും. വസലാഹുൽ മുജ്തമഇ സലാഹുൽ മദീന, ഒരു പട്ടണത്തിന് അങ്ങനെ നന്നാകാൻ കഴിയും. വസലാഹുൽ മദീനത്തി സലാഹുദ് ദൗല, ഒരു രാജ്യത്തിന് നന്നാകാൻ കഴിയും. വസലാഹുദ് ദൗലത്തി സലാഹുൽ ഉമ്മ, ഒരു സമൂഹത്തിന് നന്നാകാൻ കഴിയും നാട് നന്നാകുമ്പോൾ. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രം തന്നെ നമുക്ക് ഇതിൽ നിന്ന് പാഠമാക്കാം. അങ്ങനത്തെ മറ്റ് പല പണ്ഡിതന്മാരും, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പോലത്തെ, നാസിറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാഹി ഈ കാലഘട്ടത്തിൽ ജീവിച്ച്, അബ്ദുൽ അസീസ് ബിൻ ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ദഅവത്തും ആ പറയുന്ന ദഅവത്തിന്റെ ഇൽമിന്റെ ലോകത്ത് പരന്ന് പന്തലിച്ച ഷെയ്ഖ് മുഹമ്മദ് സാലിഹ് ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി ഇതുപോലത്തെ പണ്ഡിതൻ ഏറ്റവും ആദ്യം അള്ളാഹുവിന്റെ ദീനിലേക്ക് അടുക്കുക, അത് പഠിക്കുക, അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അങ്ങനെ സമൂഹത്തിന് നന്മയുണ്ടാകും. വസലാഹുൽ ഉമ്മത്തി സലാഹുൽ കൗനി ജമീഇഹി ബിഇദ്നില്ലാ ഫഹരിസ് വബ്ദഅ ബിനഫ്സിക സുമ്മ അദ്നാക ഫഅദ്നാക, സ്വന്തം ശരീരത്തിന് ദീന് കൃത്യമായി പഠിച്ച് സുന്നത്ത് തത്ബീഖ് ചെയ്ത് ജീവിതത്തിൽ അതിനെ പകർത്തി അതിനോട് പിന്തുടർന്ന് സ്വന്തം കുടുംബത്തിനെ, സമൂഹത്തിനെ അതിലേക്ക് കൊണ്ടുവന്ന് ഈ പറയുന്ന നന്മയിലേക്ക് വന്ന് സമൂഹം അകപ്പെട്ട് കിടക്കുന്ന നിന്ദതയിൽ നിന്ന്, അവഹേളനത്തിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാനുള്ള വഴികൾ ഉണ്ടാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ വാഗ്ദാനം ചെയ്തതാണ് താനും, ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും, നിങ്ങൾ അല്ലാഹുവിനെ സഹായിക്കാൻ തയ്യാറാകുന്ന പക്ഷം അവൻ നിങ്ങളെ സഹായിക്കും. ഖിയാമത്ത് നാൾ വരെയുള്ള ആളുകൾക്കുള്ള വാഗ്ദാനമാണ് അല്ലാഹുവിൻ്റെ. പിന്നെ കുറച്ച് ഫായിദകൾ, കാര്യങ്ങൾ ഷെയ്ഖ് ഹഫിളഹുല്ല പറഞ്ഞതുണ്ട്, ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്, അതിൽപ്പെട്ട നിർബന്ധമായതാണെങ്കിലും ഐച്ഛികമായതാണെങ്കിലും വാക്കുകളോ പ്രവൃത്തികളോ ഏതാണെങ്കിലും അതിൻ്റെ ആദരവും അതിൻ്റെ ബഹുമാനവും അത് ശരിക്ക് കൃത്യമായി മനസ്സിലാക്കി അതിന് വില കൽപ്പിച്ച് അത് പിന്തുടർന്ന് മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. അറിയാത്ത കാര്യങ്ങൾ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരട്ടെ. പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ള അതിനുള്ള മനസ്സും തൗഫീഖും അതിനുള്ള സഹായവും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാവട്ടെ. നമ്മുടെ അടുത്ത് വന്ന തെറ്റുകളും വീഴ്ചകളും കുറവുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല പരിഹരിച്ച് നമ്മളെ നന്നാക്കി തരട്ടെ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما وحلما وفهما وعقلا وأدبا كاملا. هذا وصلى الله وسلم وبارك على نبينا محمد وآله وصحبه.